അപ്പോ സ്വർഗം അത് അള്ളാഹുവിനോട് ചോദിക്കാൻ ഇനി വളരെ കുറച്ച് സമയമുള്ളൂ. സ്വർഗം എപ്പോഴും ചോദിക്കാം, പക്ഷേ ആ ചോദ്യത്തിന് ഏറ്റവും അർഹമായ സമയമാണ് വിശുദ്ധമായ റമദാനിലെ അവസാനത്തെ 10. ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിനങ്ങളാണ് റമദാനിലെ അവസാനത്തെ 10. ഓരോ രാത്രിയിലും ലക്ഷോപലക്ഷം ജനങ്ങളെ നരകത്തിൽ നിന്ന് അല്ലാഹു തആല മോചിപ്പിക്കുമ്പോൾ റമദാനിലെ അവസാനത്തെ 10 കഴിഞ്ഞ രാത്രികളിൽ എത്രയാണ് അല്ലാഹു തആല മോചിപ്പിച്ചത്, അത്ര തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് മോചിപ്പിക്കുന്ന ദിവസമാണ് 29-ാം രാവെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ചില ആളുകൾക്ക് ദുനിയാവിൽ നിന്ന് തന്നെ സ്വർഗം കാണിച്ചു കൊടുത്തു അല്ലാഹു തആല. ചില ആളുകൾക്ക് അല്ലാഹു തആല ദുനിയാവിൽ നിന്ന് തന്നെ സ്വർഗം കാണിച്ചു കൊടുത്തു. മൂസാ നബി അലൈഹിസ്സലാം തീഹ് എന്ന് പറയുന്ന മരുഭൂമിയിൽ തന്റെ അനുയായികളോടൊപ്പം കഴിച്ചുകൂട്ടുകയായിരുന്നു. മലാക്കയായ അസ്റായീൽ വന്നു. നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചു. ഞാനാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. സുബ്ഹാനല്ലാഹ്. ഈജിപ്തിന്റെ മണ്ണിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോകാൻ അല്ലാഹു തആല പറഞ്ഞത് പ്രകാരം ഈജിപ്തിന്റെ മണ്ണിൽ നിന്ന് ഇറങ്ങി വന്നു. പക്ഷേ ജനങ്ങള്, തന്റെ കൂടെയുള്ള ഇസ്രായേലികള് സമ്മതിച്ചില്ല. ഞങ്ങൾ വരുന്നത് ഫലസ്തീനിലേക്ക്, നീയും പടച്ചവനും പോയി യുദ്ധം ചെയ്തിട്ട് അവിടുത്തെ നാട് മുഴുവൻ നിലംപരിശാക്കിയിട്ട് ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന ഇടമുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് വാങ്ങും, അതുവരെ ഞങ്ങളിവിടെ ഇരുന്നോളാം. അവിടെ ഈ ജനതയെ ഫലസ്തീനിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലോ പടച്ചവനെ എന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം മനസ്സുകൊണ്ട് ഇങ്ങനെ നൊന്ത് നിൽക്കുന്ന സമയത്താണ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിന് വല്ലാത്ത ദേഷ്യം പിടിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ മലക്കുൽ മൗത്ത് അസ്റായീലാണ്, നിങ്ങളുടെ ആത്മാവ് പിടിക്കാൻ വന്ന ആളാണെന്ന് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാം ഒരൊറ്റ അടി കൊടുത്തു. ആർക്ക്? അസ്റായീലിന്. ആ അടിയുടെ ശക്തി കൊണ്ട് അസ്റായീലിന്റെ കണ്ണ് പൊട്ടിപ്പോയെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിലേക്ക് പോയി. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഈ അടിയും പേടിച്ച് നഷ്ടപ്പെട്ട കണ്ണുമായി അല്ലാഹുവിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, അർസൽതനി ഇലല്ലദീ ലാ യുരീദുൽ മൗത്ത്. അല്ലാഹുവേ, ഒരിക്കലും മരിക്കണമെന്ന് താല്പര്യമില്ലാത്ത ഒരാളിലേക്കാണല്ലോ എന്നെ നീ പറഞ്ഞു വിട്ടത്. എന്തിനാ പഠിച്ചാണ് ഇങ്ങനത്തെ ഒരാളിലേക്ക് എന്നെ പറഞ്ഞു വിട്ടത്? അദ്ദേഹം എന്നെ അടിച്ചു. ആ അടിയുടെ ശക്തി കൊണ്ട് എന്റെ കണ്ണും പോയി. പരാജയമായി മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ സവിധത്തിലെത്തി. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, അസ്റായീലേ, നിങ്ങൾ ജനങ്ങളെ, സാധാരണ ജനങ്ങളെ സമീപിക്കുന്നത് പോലെ മൂസാ നബി അലൈഹിസ്സലാമിനെ നിങ്ങൾ സമീപിക്കാൻ പാടില്ലായിരുന്നു. ഒരു വലിയ ടെൻഷനിലാണ്. കാരണം ഈജിപ്തിന്റെ മണ്ണിൽ നിന്ന് തലസ്ഥാന ഫലസ്തീനിലേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഞാൻ മൂസാ നബി അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചു. പക്ഷേ ആ ജനങ്ങൾ പോകാൻ കൂട്ടാക്കുന്നില്ല. തീഹ് എന്ന് പറയുന്ന മരുഭൂമിയിൽ അവർ തമ്പടിച്ച് നിൽക്കുകയാണ്. നീയും പടച്ചോനും പോയി യുദ്ധം ചെയ്തിട്ട് നാട് പരിശാക്കിയിട്ട് വാ, എന്നിട്ട് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ അവര് മുസ്ത് കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ജനതയാണ്. മൂസാ നബി അലൈഹിസ്സലാം അതിന്റെ പേരിൽ മാനസികമായ വലിയ വിഷമവും വ്യഥയും അനുഭവിക്കുന്നു. സാധാരണ ഒരു മനുഷ്യന്റെ അരികിൽ ചെല്ലുന്നത് പോലെ നിങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിന് ചെന്നത് ശരിയായില്ല. അപ്പോൾ അസ്റായീൽ പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായി നിർവഹിക്കും, ഞാൻ തിരിച്ചു വരാം.
മനുഷ്യനെ മരിപ്പിക്കുക എന്ന് പറയുന്ന ദൗത്യം ഏറ്റെടുത്തത് മാലാഖയായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മനുഷ്യനെ ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് സൃഷ്ടിക്കാൻ വേണ്ടി അല്ലാഹു തആല ജിബ്രീലിനെ വിട്ടു ഭൂമിയിൽ മണ്ണ് വരാൻ. ജിബ്രീൽ വന്നപ്പോൾ ഭൂമിന്റെ കരച്ചിൽ കണ്ടിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചുപോയി. പിന്നെ മീകായിൽ വന്നു. അപ്പോഴും ഭൂമിയുടെ തേങ്ങലും കരച്ചിലും വിടുമ്പലും കണ്ടപ്പോൾ മീകായിലും തിരിച്ചുപോയി. പിന്നെ അസ്രായീൽ വന്നു. അസ്രായീലെ ഭൂമി കരഞ്ഞതെന്ന് നോക്കിയില്ല, മണ്ണ് വാരിയിട്ട് അള്ളാഹുവിലേക്ക് എത്തിച്ചു. പടച്ചോൻ ചോദിച്ചു, അല്ല അസ്രായീലെ ഭൂമിയുടെ കരച്ചിലൊക്കെ കണ്ടപ്പോൾ എന്താ പറഞ്ഞു? എനിക്കെന്ത് കരച്ചിൽ, നീ ഒരു കാര്യം ഏൽപ്പിച്ചാൽ പിന്നെ അത് നിർവഹിക്കുക, അപ്പുറത്തേക്ക് വലവുള്ള ഇടവില്ല. തന്നെ അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ മനുഷ്യൻ നല്ല സുഖലോലുപനായി ഭൂമിയിൽ ജീവിക്കുമ്പോ മണ്ണിലേക്ക് തന്നെ തിരിച്ചു വരേണ്ട ഒരു സമയമുണ്ട്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ഒരു മനുഷ്യനെ ഖബറാടിയാക്കിയിട്ട് ആദ്യമായി മണ്ണ് വാരിയിടുമ്പോൾ പറയുന്ന വാക്കാണിത്, മിൻഹാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്നല്ലോ നിന്നെ സൃഷ്ടിച്ചത്, വഫീഹാ നുഈദുകും, ഈ മണ്ണിലേക്ക് തന്നെ പിന്നെ മടക്കുകയും ചെയ്തല്ലോ. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി, ഏതൊരു മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അവിടെ തന്നെ ആ മനുഷ്യൻ അന്തി ഉറങ്ങും എന്ന് തന്നെയാണ് ഈ ആയത്ത് വിവരിക്കുന്നത്. ഇന്ത്യയിൽ ഒരാൾ ജനിച്ചെങ്കിൽ അവൻ ഇന്ത്യയിൽ തന്നെ മരിക്കും, സംശയം വേണ്ട. ഏത് ഫാസിസ്റ്റ് ശക്തികൾ അതിനെതിരെ ചിന്താബാധ വിളിച്ചാലും ഇന്ത്യക്കാരൻ ഇന്ത്യയിൽ മരിക്കും. തെളിവ് ഖുർആനാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ഇതാണ് ഒരു മനുഷ്യനെ ഖബറാടിയാക്കിയിട്ട് മണ്ണ് വാരിയിടുന്നതിന്റെ തത്വമെന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അരികിൽ വന്ന അസ്രായീലിനോട് മൂസാ നബി അലൈഹിസ്സലാം വളരെ ശക്തമായ ഭാഷയിൽ പെരുമാറിയപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി പിന്നെയും അസ്രായീൽ തിരിച്ചു വന്നു. പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ സ്പെഷ്യലായ ഓർഡറായി പോയിട്ട്. എന്തിനാ വന്ന്? നിങ്ങൾക്ക് ഒരുപാട് കാലം ജീവിക്കാൻ അനുമതിയുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ ഈ സഞ്ചരിക്കുന്ന കഴുതയിലെ ഈ വാഹനത്തിന്റെ പുറത്ത് ഞാൻ വെച്ച ഈ കൈയിന്റെ ഉള്ളിൽ എത്ര രോമങ്ങളുണ്ടോ അത്രയും വർഷം നിങ്ങൾക്ക് ജീവിക്കാൻ അനുമതിയുണ്ടെന്ന സന്തോഷ വാർത്തയുമായി ഞാൻ വന്നിരിക്കുകയാണ് നബിയേ. ഇസ്ലാം പറഞ്ഞു, അങ്ങനെ എനിക്ക് കുറെ കാലം ജീവിക്കണമെന്ന് താല്പര്യമുണ്ടെന്ന് ആരാ പറഞ്ഞത്? പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ അടിച്ചത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഈ മണ്ണിൽ മരണപ്പെട്ടു പോയാൽ എന്റെ ഖബർ ഇവിടെ തന്നെ കുഴിക്കണം. ഒരു പ്രവാചകൻ ഒരു സ്ഥലത്ത് മരണപ്പെട്ടാൽ അവിടെ തന്നെ മറവ് ചെയ്യണമെന്ന നിയമമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു. പക്ഷേ മുഹാജിറുകളായ സഹാബത്ത് മറമാടാൻ സമയമായപ്പോൾ തർക്കമുണ്ടാക്കി. നബി തങ്ങൾ ധരിച്ചത് മക്കത്താണ്, അതുകൊണ്ട് ഈ ജനാസ മക്കക്കാർക്ക് വിട്ടു കിട്ടണം. മദീനക്കാരായ അൻസാറുകൾ പറഞ്ഞു, ഇല്ല, നബി തങ്ങൾ അവസാനം വഫാത്തായത് മദീനയിലാണ്, അതുകൊണ്ട് മദീനയിൽ തന്നെ മറമാടണം. മുഹാജിറുകളും അൻസാറുകളുമായ സഹാബത്ത് ജ്യേഷ്ഠ സഹോദരങ്ങളെ പോലെ സഹോദര്യത്തിൽ കഴിഞ്ഞ സന്ദർഭമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹിന്റെ വഫാത്തോടുകൂടെ റസൂലുള്ളാഹിന്റെ ജനാസ മറവ് ചെയ്യുന്ന കാര്യം പറഞ്ഞ് തർക്കത്തിലായപ്പോ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിഷയത്തിൽ ഇടപെട്ടു. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, നബി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു നബി, ഒരു പ്രവാചകൻ എവിടെ വെച്ചാണ് മരിച്ചത് അവിടെ തന്നെ മറമാടണമെന്ന നിയമമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞത് ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ മരിച്ചോ ഇവിടെ തന്നെ മറവ് ചെയ്യണം.
ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ഖലീഫയാകാൻ ഇടം വരുന്നേയുള്ളൂ. അപ്പോഴേക്ക് കാര്യങ്ങൾ തീരുമാനിച്ചു പോയി. മഹാനവരുടെ വാക്ക് ജനങ്ങൾ അംഗീകരിച്ചു. പ്രശ്നങ്ങൾ അവിടെ ഒതുങ്ങിപ്പോയി. ഇത് തന്നെയാണ് മൂസാ നബി അലൈഹിസ്സലാം പറയുന്നത്, ഈ മരുഭൂമിയിൽ ഞാൻ മരിച്ചുപോയാൽ എന്റെ ഖബറും ഇവിടെ തന്നെ വരും. ആര് കാണാനാണ്? ആര് കേൾക്കാനാണ്? എന്നെ ആര് ഓർക്കാനാണ്? ആര് എന്നെ ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്ത് ഹദിയ ചെയ്യാനാണ്? അതുകൊണ്ട് ഇല്ല, എനിക്ക് ഈ മണ്ണിൽ മരിക്കാൻ താല്പര്യമില്ല. എന്താ പറഞ്ഞു? എനിക്ക് ഫലസ്തീനിൽ പോകണം. അവിടെയാണ് എന്റെ മുൻഗാമികളായ പ്രവാചകന്മാർ മുഴുവനും മറമാടിയിട്ടുള്ളത്. അതിന്റെ ചുറ്റുഭാഗത്തും ബറക്കത്ത് കൊണ്ട് നിബിഡമാണ് എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞു, ബിഖുബൂരിൽ അംബിയാഇ വൽ ഔലിയാഇ വസ്സാലിഹീൻ. അതിന് മാത്രം അംബിയാക്കളും ഔലിയാക്കളും അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണ് ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗമെന്ന് ഈ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കാണാം. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എനിക്ക് ഫലസ്തീനിൽ പോകണം. അവർക്കാണ് എന്നെ അല്ലാഹു പറഞ്ഞു വിട്ടത്. ഇവിടെ ഈ ജനങ്ങളുടെ ദുശ്യാഠ്യം കൊണ്ട് ഞാൻ ഇവിടെ താമസിച്ചു പോയതാണ്. ഇവരെന്തോ ആവട്ടെ, ഞാനെന്തായാലും ഫലസ്തീനിൽ പോകും. സത്യത്തിൽ ഫലസ്തീനില് ഇസ്രായേലികളുടെ ഔദ്യോഗിക പ്രവാചകനായിരുന്ന ഏറ്റവും ബഹുമാന്യനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഫലസ്തീനിന്റെ മണ്ണിൽ കയറണമെന്ന് അല്ലാഹു തആല പറഞ്ഞപ്പോ അതിനെതിരെ സിന്ദാബാദ് വിളിച്ചിട്ട് നീയും പടച്ചവനും പോയി യുദ്ധം ചെയ്ത് ഫലസ്തീനിലുള്ള ജബ്ബാരികളെ പുറത്താക്കിയിട്ട് ഞങ്ങളെ വിളിക്ക്, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനൊന്നും വയ്യാന്ന് പറഞ്ഞിട്ട് തീഹി എന്ന് പറയുന്ന മരുഭൂമിയിൽ ഒരുമിച്ച് കൂടിയ ഇസ്രായേലികളിൽ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിന്റെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് അവര് അവിടെ കുടിയേറി പാർക്കാൻ അവര് സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് ഫലസ്തീനികൾ, ഇസ്രായേലികൾക്ക് ഫലസ്തീനിന്റെ മണ്ണിന് അധികാരമില്ല എന്ന് നാം പറയുന്നത്. അത് ചരിത്ര ബോധത്തോടുകൂടെയാണ്, അത് ഖുർആനിന്റെ സാക്ഷ്യത്തോടുകൂടെയാണ്. ഏതായിരുന്നാലും അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിന് ഒരൊറ്റ ചൊട്ടകൾ കൊടുത്തു. ഒരു കറങ്ങി തിരിഞ്ഞിട്ട് ഫലസ്തീനിൽ വന്നു വീണു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ഫലസ്തീനിലെത്തും, അത്ര ദൂരത്ത് മൂസാ നബി അലൈഹിസ്സലാം വീണു. അസ്രായീൽ വന്നിട്ട് ചോദിച്ചു, നബിയേ, മൂസാ നബിയേ, ഇനി നിങ്ങൾക്ക് മരിക്കാൻ സമയമായില്ലേ? അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇല്ല, ഇനി എന്ത് വേണം? എന്റെ ഖബർ ഒഴിക്കുന്നത് എനിക്ക് കാണാൻ, എന്റെ ഖബർ എനിക്കൊന്ന് കാണണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. സ്വർഗ്ഗത്തിൽ നിന്നും മലക്കുകളെ വിട്ട് അല്ലാഹു തആല രണ്ട് ആളുകൾക്കാണ് ഭൂമിയിൽ ഖബർ ഒഴിച്ചത്. ഒന്ന് മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം, രണ്ടാമത് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം. ഒന്നാമത്തെ മനുഷ്യനാണ് നബി. ആ നബിയെ ഖബറടക്കേണ്ടത് എങ്ങനെയാണെന്ന് ജനങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് നിയമം പഠിപ്പിക്കാൻ വേണ്ടി മനുഷ്യരുടെ രൂപത്തിൽ അല്ലാഹു മലക്കുകളെ ഭൂമിയിൽ വിട്ടു. അവരാണ് ഇവിടെ നബിക്ക് ഖബർ തയ്യാറാക്കി കൊടുത്തത്. ഇസ്ലാമിക ചരിത്രത്തിൽ രണ്ടാമത് മനുഷ്യന് ഖബർ കുത്താൻ വേണ്ടി മലക്കുകൾ ഭൂമിയിൽ ഇറങ്ങിയത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തായിരുന്നു. അങ്ങനെ ഖബറിന്റെ പണിയെല്ലാം കഴിഞ്ഞപ്പോ മലക്കുകൾ ചോദിച്ചു, മരിക്കാൻ ഇപ്പോൾ സമയമായോ? അസ്രായീലിനോട് പറഞ്ഞു, ഇല്ല, സമയമായിട്ടില്ല. ചെറിയ കുട്ടികൾ ഉമ്മയോട് ഇങ്ങനെ ശാഠ്യം പിടിക്കുന്ന പോലെ. അപ്പോൾ ചോദിച്ചു, ഇനി എന്താണ് വേണ്ടത്? അപ്പോൾ പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യൻ ഖബറിൽ കിടക്കുമ്പോ ഖബറിൽ നിന്ന് തന്നെ അവന്റെ സ്വർഗ്ഗം കാണുമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഖബറിൽ കിടക്കട്ടെ, എന്നിട്ട് സ്വർഗ്ഗം കാണുന്നുണ്ടോ എന്ന് ഞാനൊന്ന് വീക്ഷിക്കട്ടെ, ശേഷം മരിക്കാം എന്ന് പറഞ്ഞ് തനിക്ക് മലക്കുകൾ കുഴിച്ചെടുത്ത ആ ഖബറിൽ കിടന്നിട്ട് സ്വർഗ്ഗം കണ്ടതിന് ശേഷം മരിക്കാമെന്ന് മരണത്തിന് തയ്യാറായ പ്രവാചകനാണ് മഹാനായ കരീമുല്ലാഹി മൂസാ. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹാ
പ്രവാചകനാണ് മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ഇത് ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ മാത്രമല്ല, നബിതങ്ങൾ ഒരുപാട് സഹാബത്തിന് ദുനിയാവിൽ നിന്ന് സ്വർഗ്ഗം കൊടുത്തു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 1509 ഹദീസായി ഉദ്ധരിക്കുന്നത് കാണാം. മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളിൽ പ്രധാനിയായിരുന്നു. കുറേ ദിവസങ്ങളായിട്ട് സാബിത്തിനെ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എവിടെയാണ് സാബിത്ത് ബിൻ ഖൈസ്? ഒരാൾ പറഞ്ഞു, നബിയെ, ഞാൻ അദ്ദേഹത്തിന്റെ വിവരം തേടി ഇപ്പൊ വരാം. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി മുട്ടുകെട്ടിയിട്ട് തലയും താഴ്ത്തി മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫഖാല, പോയാള് ചോദിച്ചു, മാശേനുക, എന്താണ് നിങ്ങളുടെ വർത്തമാനം? നിങ്ങളെ കുറിച്ച് നബിതങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, എന്ത് പറ്റി? എന്തുകൊണ്ടാണ് നബിതങ്ങളുടെ സദസ്സിൽ വരാത്തത്, മദീനത്തെ പള്ളിയിൽ വരാത്തത് എന്ന് ചോദ്യമുണ്ടായി. ഫഖാല, അപ്പോൾ സാബിത്ത് ബിൻ ഖൈസ് പറഞ്ഞു, ശർറുൻ, എനിക്ക് നാശം വന്നു. കാന യർഫഉ സൗതഹു ഫൗക സൗതി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ശബ്ദം ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരു പ്രകൃതമുള്ള ആളായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യത്തിലാണോ എന്ന് പേടിച്ചിട്ട് ആ മനുഷ്യനിതാ വ്യാകുലതയോടുകൂടെ നിൽക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹബത അഅമാലുകും വഅൻതും ലാ തസ്ഉറൂൻ. നിങ്ങൾ നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ ഉച്ചത്തിൽ സംസാരിച്ചു പോകരുത്. അങ്ങനെ സംഭവിച്ചാലുള്ള കാര്യം എന്താണ്? അൻ തഹബത അഅമാലുകും, നിങ്ങളുടെ പാപങ്ങൾ മുഴുവൻ, നിങ്ങളുടെ അമലുകൾ മുഴുവനായി പൊളിഞ്ഞു പോകും. സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യന്റെ മുഴുവൻ അമലും പൊളിഞ്ഞു പോകുമെന്ന് ഖുർആൻ പറഞ്ഞത് രണ്ട് സ്ഥലത്താണ്. ഒന്ന് ശിർക്ക് ചെയ്യുന്നിടത്ത്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. നബിയെ, നിങ്ങളാണ് ശിർക്ക് ചെയ്തതെങ്കിലും മുഴുവൻ അമലും പൊളിഞ്ഞു പോകും, പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെ നബിതങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് ശബ്ദിച്ചാൽ അവന്റെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന ആയത്തിറങ്ങിയത് എന്നെ കുറിച്ചാണ്. അതുകൊണ്ട് എന്റെ അമലുകൾ പൊളിഞ്ഞുപോയി, ഇനി ഞാൻ എന്തിനു ജീവിക്കണം? സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ട് കരയുകയാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നു. ഈ സംഭവം പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ അരികിൽ പറഞ്ഞു വിട്ടു, നിങ്ങൾ അദ്ദേഹത്തിലേക്ക് പോകണം. എന്നിട്ട് പറയണം, ഇന്നക ലസ്ത മിൻ അഹ്ലിൻ നാരി, ഇന്നക ലസ്ത മിൻ അഹ്ലിൻ നാരി വലാകിൻ മിൻ അഹ്ലിൽ ജന്നാ. നിങ്ങൾ നരകക്കാരാണെന്ന് വിചാരിച്ചോ വേണ്ട, നിങ്ങൾ നരകക്കാരനല്ല, നിങ്ങൾ സ്വർഗത്തിൽ ഇടം കിട്ടിയ ആളാണെന്ന് സാബിത്ത് ബിൻ ഖൈസിനോട് പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യരിതാ അദ്ദേഹത്തെ സമീപിച്ചു. അതാണ് ദുനിയാവിൽ നിന്ന് തന്നെ സ്വർഗം കിട്ടിയ ആളുകൾ. അശറത്തുൽ മുബശ്ശരീന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽപ്പെട്ട ആളാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, സഈദ് ജുബൈർ തൽഹ വഅബി ഉബൈദ വബ്ന ഔഫ് നാസിറിൽ കറമി. ബാക്കിയുള്ള 6 ആളുകളാണ് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പാടിയത്. ഇവരൊക്കെ ദുനിയാവിൽ തന്നെ സ്വർഗ്ഗം കിട്ടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ചിന്തിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത വലിയ അനുഗ്രഹമായിരുന്നു അത്. ദുനിയാവിൽ നിന്ന് തന്നെ സ്വർഗം ഉണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികൾ, 10 ഒന്നുമല്ല, ചരിത്രത്തിൽ വേറെയും കാണാം.
സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 8 വാതിലുകൾ, 8 കവാടങ്ങളെ സംവിധാനിച്ചിട്ടുണ്ട്. അത് ഓരോരുത്തരായി ഓരോ അഡ്രസ്സിലൂടെ സ്വർഗത്തിൽ കയറാനുള്ളതാണ്. നബി തങ്ങൾ പറഞ്ഞില്ലേ, യൂദിയ മിൻ അബ്വാബിൽ ജന്നത്തി യാ അബ്ദുല്ലാഹ് ഹദാ ഖൈർ. സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. ചില ആളുകളെ വിളിക്കുന്നത് ബാബുസ്സലാ എന്ന് പറയുന്ന കവാടത്തിലൂടെയാണ്. ചില ആളുകളെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നത് ബാബുൽ ജിഹാദ്, ജിഹാദിന്റെ ബാബിലൂടെയാണ്. നോമ്പുകാരെ വിളിക്കുന്നത് ഏതിലൂടെയാണെന്നറിയുമോ? റയ്യാൻ കവാടത്തിലൂടെയാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ദാനധർമ്മങ്ങൾ കൊടുത്ത ആളുകളെ ബാബു സ്വദഖ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, ഒരു മുഅ്മിനായ മനുഷ്യന് ഏതെങ്കിലുമൊക്കെ വാതിലുകളിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുമല്ലോ, എന്നാൽ 8 കവാടങ്ങളിലൂടെ സ്വർഗത്തിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് മഹാനവറുകൾ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അർജുൻ തകൂന മിൻഹും, അത് നിങ്ങളാണ് അതിന്റെ അവകാശിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ, നോമ്പ്, നിസ്കാരം, സക്കാത്ത്, ഹജ്ജ്, ഇതുപോലെയുള്ള അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിനോട് പ്രത്യേകമായ താല്പര്യം കാണിക്കും. സ്വതക്ക ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, ഒരാൾക്ക് നിസ്കരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുണ്ടല്ലോ. ഞാനൊരാളെ കണ്ടിട്ടുണ്ട് ഇതുപോലെ, എപ്പോൾ നോക്കിയാലും നിസ്കാരം. അതൊക്കെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വല്ല ചക്കരക്കട്ടി തിന്നുന്നത് പോലെ. എപ്പോഴും നിസ്കാരം, വീട്ടിൽ വന്നാലും നിസ്കാരം, പള്ളിയിൽ വന്നാലും നിസ്കാരം, എപ്പോഴും നിസ്കാരം, 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 നിസ്കാരം. എത്ര നിസ്കരിച്ചിട്ടോ അതൊക്കെ ഒരു തീരുമില്ല. ഒരു പള്ളിയിൽ എത്ര സമയമാണ് ഇരിക്കുന്നുണ്ടോ ആ സമയം മുഴുവനും നിസ്കാരം. ഇങ്ങനെ അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പുറമെ നിസ്കാരം വർദ്ധിപ്പിക്കുന്നു എങ്കിൽ അവരെ ബാബുസ്വലാത്തിലൂടെ വിളിക്കപ്പെടും. ധർമ്മത്തിന് വലിയ താല്പര്യമുള്ള ആളാണ്, അവനെ ബാബുസ്വലക്കയിലൂടെ വിളിക്കും. ഒരാൾ എല്ലാ നോമ്പും നോക്കുന്നു, പുറമെ സുന്നത്തായ നോമ്പ് നോക്കുന്നു. നോമ്പിനോട് വലിയ ആസക്തിയുള്ള താല്പര്യമുള്ള ആളാണെങ്കിൽ അവരെ വിളിക്കുന്നത് ബാബു റയ്യാൻ. പ്രിയപ്പെട്ട സഹോദരിമാരെ, റമദാൻ കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളായി. തിങ്കളാഴ്ച പെരുന്നാൾ 99%, 1% ചൊവ്വാഴ്ച പെരുന്നാൾ. തിങ്കളാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഒരു 6 നോമ്പുണ്ട്. ചൊവ്വാലിൻ്റെ 6 നോമ്പ് ഭയങ്കര കൂലിയുള്ള നോമ്പാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ 6 നോമ്പ് ഒരാൾ നോറ്റാൽ 360 ദിവസവും നോമ്പ് നോറ്റതിന് തുല്യമായി. സ്വഹാബത്ത് ചോദിച്ചു, അതെങ്ങനെയാണ് നബിയെ? അപ്പോൾ പറഞ്ഞു, റമദാൻ 30 ദിവസമില്ലേ, അതിലെ ഓരോ നോമ്പും 10 നോമ്പിന് തുല്യമാണ്. ഇപ്പോൾ 300ആയി. പിന്നെ 6 ദിവസമല്ലേ, ഒരു വർഷത്തിൽ 360 ദിവസം. ആ 6 നോമ്പാണ് പിന്നീട് പെരുന്നാളിന് ശേഷം നിങ്ങൾ നോക്കുന്നത്. അഥവാ റമദാനിലുള്ള നോമ്പിന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ പ്രതിഫലം തന്നെ ശേഷമുള്ള 6 നോമ്പിനും പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി പറയുകയാണ്. റമദാനിൽ 1 ദിവസം നോമ്പ് നോറ്റാൽ അത് 10 ദിവസം നോമ്പ് നോറ്റതുപോലെ. അപ്പോൾ 3 10 എത്ര? 30 10 300ആയി. പിന്നെ ഒരു 6 നോമ്പോ ഇപ്പൊ എത്രയായി? 360ആയി. ഇതന്നെ സിയാമുദ്ദഹർ, ഒരു വർഷം മുഴുവനായി നോമ്പ് നോട്ടതിന് തുല്യമാണ്. റമദാനിന്റെ ഉടനെ 6 ദിവസം തുടർന്ന് നോമ്പ് നോക്കുന്നവർക്കെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 6 നോമ്പ് തുടർച്ചയായി നോക്കാൻ പറ്റിയില്ല, അഥവാ റമദാനിന്റെ ഉടനെ നോക്കാൻ പറ്റിയില്ല. ആ മാസത്തിൽ എവിടെയെങ്കിലും ഒരു 6 നോമ്പ് തുടർച്ച നോറ്റാൽ മതി. തുടർച്ചയായ ഒരാൾക്ക് നോമ്പ് നോക്കാൻ പറ്റിയില്ല, എന്നാൽ ഒരു 6 നോമ്പ് ആ മാസത്തിൽ ഉണ്ടായാൽ
അതിനൊക്കെ കൂലിയുണ്ട്. 6 നോമ്പ് തുടർച്ചയായാൽ വളരെ നല്ലത്. അത് റമദാനിനോട് ഉടനെ ആയാൽ അതിൻ്റെ കൂലി പിന്നെയും വർദ്ധിക്കും. ആ മാസത്തിൽ ഒരു 6 നോമ്പ് ആയാലും അടിസ്ഥാനപരമായ കൂലി കിട്ടുമെന്ന് മഹാനായ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു ഭയങ്കര കൂലിയുള്ള നോമ്പ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫർദ് നോമ്പ് നോൽക്കുന്നതിന് പുറമെ ശവ്വാലിന്റെ നോമ്പ്, തിങ്കളാഴ്ചയുടെ നോമ്പ്, വ്യാഴാഴ്ചയുടെ നോമ്പ്, ആശൂറായിന്റെ നോമ്പ്, താസുആയിന്റെ നോമ്പ്, ബറാത്തിന്റെ നോമ്പ്, അയ്യാമുൽ ബീദിലെ നോമ്പ്, അയ്യാമുസ് സൂദിലെ നോമ്പ്, ഇങ്ങനെ സുന്നത്ത് നോമ്പുകൾ കൊണ്ട് വല്ലാതെ ജീവിതത്തിന് ഹരം പിടിച്ച ഒരാളെ സ്വർഗത്തിലേക്ക് വിളിക്കുന്നത് ബാബു റയ്യാനിലൂടെയാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നിസ്കരിക്കുമ്പോൾ ഒരിക്കൽ സ്വർഗം കണ്ടു. അങ്ങനെയാണ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാം മരിക്കാൻ പോയപ്പോഴാണ് സ്വർഗം കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമ്പോൾ സ്വർഗം കണ്ടു. ഏത് വിഷയത്തിലും കഴിഞ്ഞ പ്രവാചകന്മാരെ അപേക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പിലാണ്. ഈ വാദം മഹാനായ ശാഫി ഇമാം ഒരിക്കൽ വാദിച്ചു. ലോകത്ത് ഏത് പ്രവാചകന് കൊടുത്ത മുഅ്ജിസത്തിനേക്കാളും വലിയ മുഅ്ജിസത്ത് എൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മുഅ്ജിസത്താണ്. അപ്പോൾ ചോദിച്ചു, അല്ല, മൂസാ നബി അലൈഹിസ്സലാം ചെങ്കടലിൽ ഒരു മണി കൊണ്ട് അടിച്ചപ്പോൾ അത് പിളർന്നു പോയല്ലോ, ഇതുപോലെ വല്ല മുഅ്ജിസത്തും നബിതങ്ങൾക്കുണ്ടോ എന്ന്. ഉടനെ മറുപടി ചിരിച്ചു. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചെങ്കടലിനെ പിളർത്തിയത് മണി കൊണ്ടല്ലേ, എന്നാൽ ചന്ദ്രനെ പിളർത്തിയത് തൻ്റെ കൈ കൊണ്ടാണ്. ഇതിനേക്കാൾ വലിയ മുഅ്ജിസത്ത് വേറെന്താണ്? സംഭവമാണ്. ചെങ്കടലിനെ പിളർത്തിയത് വടി കൊണ്ടായിരുന്നു. അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വടിയാണ്. ശുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ അരികിൽ അനന്തരമായി ആദം നബിയിൽ നിന്ന് ഇങ്ങനെ വന്ന് കിട്ടിയ വടി മഹാനവരുകളുടെ മക്കളെ മോളെ വിവാഹം ചെയ്തപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന് സ്ത്രീധനം കൊടുത്ത വടിയാണ്, ചെറിയ വടിയല്ല. സ്ത്രീധനം കൊടുക്കൽ പണ്ടുണ്ടെന്ന് മനസ്സിലാണ്. ഒരു വടിയും കൊടുത്തു, ഒരു കല്ലും കൊടുത്തു, രണ്ടും സ്വർഗത്തിൽ നിന്നുള്ളതാണ്. ഫലസ്തീനിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഫലസ്തീനിലേക്ക് പോകുന്ന വഴിയിൽ തീയിൽ അവര് തമ്പടിച്ചു കൂടി, ഞങ്ങൾ മണ്ണിലേക്ക് ഈജിപ്തിലേക്ക് വരില്ല, അവിടെ കുറെ ആളുകളുണ്ട്, അവരെ നീയും പടച്ചവനും പോയിട്ട് യുദ്ധം ചെയ്തിട്ട് പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് തീയിൽ നിൽക്കുന്ന ഈ സമൂഹം 6 ലക്ഷം ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ മഹാനായ മൂസാ നബി അലൈഹി സ്വലാം ഈ വടി ഈ കല്ലെടുത്തിട്ട് ഇങ്ങനെ മുട്ടുമ്പോ അവർക്ക് അതേ ഇഷ്ടം വെള്ളം. أتوكأ بها على غنمي ولي فيها مآرب أخرى. എന്താണ് നിന്റെ കയ്യിൽ ഒരു വടി എന്ന് അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നബിയെ, അല്ലാഹുവേ, ഇത് എൻ്റെ വടിയാണ്. ഈ വടി കൊണ്ട് ഞാൻ കുത്തിപ്പിടിക്കും. ഈ വടി കൊണ്ട് ആടുകൾക്ക് വേണ്ട ഇലകളെല്ലാം ഞാൻ തച്ചെടുത്ത് കൊടുക്കും. മാത്രമല്ല വേറെയും ഒരുപാട് ആവശ്യങ്ങൾ ഈ വടിയിലുണ്ടെന്ന് മൂസാ നബി അലൈഹി സ്വലാം പറയുകയാണ്. അല്ലാഹുവിനെ അറിയാത്തോണ്ട് അല്ല, അല്ലാഹുവിനോട് സംസാരിക്കാൻ കിട്ടിയ സമയമല്ലേ, അത് മുതലാക്കാന്ന് വിചാരിച്ചിട്ട് വടിന്റെ വെള്ളം കെട്ട് തുടങ്ങി. ഭയങ്കര ഇത് കൊടുത്തത് അല്ലാഹുവാണ്, ഇത് കൊടുത്തത്. പിന്നെ അല്ലാഹു ചോദിക്കണം, എന്താ ഈ വടി? പക്ഷേ മൂസാ നബി അലൈഹി ഇസ്ലാമിന് കിട്ടിയ അവസരമാണ്. അപ്പം കണ്ട് തുടങ്ങി ഭയങ്കര ഈ വടി കൊണ്ട് ഇത് ചെയ്യാം, അത് ചെയ്യാം, മറ്റത് ചെയ്യാം. ഇതിൻ്റെ എല്ലാ സംഗതിയിലും ഒരു വലിയ നായകത്വം വഹിക്കുന്ന നിർണായകമായ ഒരു സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ വടി എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് വിവരിച്ചു കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ആ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വടി
അടിച്ചിട്ട് ചെങ്കടൽ പിളർന്നു പോയെങ്കില് സൂര്യനെ പോലെ ഒരു ഗോളമാണ് ചന്ദ്രൻ. ആ ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരുമോ എങ്കിൽ നിന്റെ മുഅ്ജിസത്തും നിന്റെ പ്രവാചകത്വവും ഞങ്ങൾ അംഗീകരിക്കാമെന്ന് മക്കക്കാരായ ആളുകൾ, ഖുറൈശികളായ ആളുകൾ നബിതങ്ങളെ വെല്ലുവിളിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ഭൂമിയിൽ നിന്നുകൊണ്ട് കൈകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു വര ഇങ്ങനെ വരഞ്ഞു. ചന്ദ്രൻ രണ്ട് പിളർപ്പായി, ഒന്ന് ഒരു മലയുടെ മുകളിലും മറ്റൊന്ന് വേറെ ഒരു മലയുടെ മുകളിലും. കേരളക്കരയിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വന്ന സഹാബികളോട് ചേരമാൻ പെരുമാൾ ചോദിച്ചു, അല്ല ഈ അടുത്ത് ചന്ദ്രൻ രണ്ട് കഷ്ണമായത് എന്താണ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? അവർ ചിരിച്ചു. എന്താ ചിരിക്കുന്നത്? അത് ഞങ്ങളെ പ്രവാചകൻ കാണിച്ച മോചിതത്തല്ലേ? അങ്ങനെയുള്ള ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി. അതെ, എങ്കിലെനിക്ക് ആ മുഹമ്മദ് നബിയെ കാണണമെന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്തിന്റെ അധികാരം വിട്ട് മദീനയിലേക്ക് മഹാനായ ചേരമാൻ പെരുമാൾ പോയി. മൂപ്പരാണോ എന്നറിയില്ല, അറിയാത്തത് അറിയില്ല എന്ന് പറയണല്ലോ, കാരണം അതിന് തെളിവില്ല. ഏതായാലും ഹദീസ് ഇങ്ങനെയുണ്ട്. ഇന്ത്യക്കാരനായ ഒരാൾ വന്നപ്പോ അയാൾ കുറച്ച് വിഭവങ്ങളുമായി വന്നു. അതിൽ ഇഞ്ചി ഉണ്ടായിരുന്നു, സഞ്ചബീൽ. അദ്ദേഹം കൊണ്ടുവന്ന ആ പൊതി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഴിച്ചെടുത്തു. പൊതി തുറന്നു, അതിൽ നിന്ന് സഞ്ചബീൽ എടുത്തിട്ട് ഓരോ കഷ്ണം ഇങ്ങനെ ഓരോരുത്തർക്കും കൊടുത്തു. ഞാനത് കഴിച്ചത് വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു എന്ന് അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പൊ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് പ്രവാചകന്മാർക്ക് അല്ലാഹു കൊടുത്ത മുഅ്ജിസത്തിനേക്കാളും വലിയ മുഅ്ജിസത്തായിരുന്നു. അപ്പൊ അദ്ദേഹം വീണ്ടും ചോദിച്ചു, ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞതുപോലെ ഒരു മുഅ്ജിസത്ത് റസൂലുള്ളാഹിന്റെ കാര്യത്തിലുണ്ടോ എന്ന് സദസ്സിൽ നിന്ന് രണ്ടാമത് ചോദിച്ചു. അപ്പൊ മഹാനായ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരു സെക്കൻഡ് ചിന്താ നിമഗ്നനായി. എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ആദം നബിക്ക് സുജൂദ് ചെയ്യാനല്ലേ അല്ലാഹു പറഞ്ഞുള്ളൂ? അത് ജനങ്ങളോടാണ് പറഞ്ഞത്, മലക്കുകളോടാണ് പറഞ്ഞത്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്ന് അല്ലാഹു തആല പറഞ്ഞപ്പോ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന, അല്ലാഹു നിർവഹിക്കുന്നു, മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങളും റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലണമെന്ന് പറഞ്ഞ ഈ പ്രഖ്യാപനം ആദമിന് സുജൂദ് ചെയ്യണമെന്ന് മലക്കുകളോട് പറഞ്ഞ കൽപ്പനയേക്കാൾ ബഹുത്തരമായ കൽപ്പനയാണെന്ന് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാം ഈ ലോകത്തോട് വിട പറയാൻ പോകുന്ന സമയത്താണ് സ്വർഗം കണ്ടതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു ദിവസം ഗ്രഹണം ബാധിച്ചു. ആ ഗ്രഹണം ബാധിച്ച സമയത്ത് ഞാൻ സ്വലാത്തുൽ ഖുസൂഫ് നിർവഹിച്ചു. അപ്പോഴോ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഖദ്ദനത് മിന്നി അൽ ജന്ന. ആ നിസ്കാരം ഇങ്ങനെ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗ്ഗം എന്നോട് അല്ലാഹു തആല അടുപ്പിച്ചു തന്നു. ഞാൻ ആ സ്വർഗ്ഗത്തിൽ മുന്തിരി കുലകളെ കണ്ടു, ആപ്പിൾ തോട്ടങ്ങൾ കണ്ടു, അതുപോലെ പലതരത്തിലുള്ള ഫ്രൂട്ട്സുകളും കണ്ടു. ആ സ്വർഗ്ഗത്തിലുള്ള ഫലങ്ങളെയും ഫ്രൂട്ട്സുകളെയും കണ്ടിട്ട് ഞാൻ അതിൽ നിന്ന് ഒരു കൊല പൊട്ടിച്ചെടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. പക്ഷേ നിസ്കാരത്തിലാണല്ലോ എന്ന് ചിന്തിച്ചപ്പോ പിന്നെ ഞാൻ എന്റെ കാല് മുന്നോട്ട് വച്ചില്ലെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ ഈ ലോകത്ത് വെച്ച് കാണാൻ അവസരം ലഭിച്ച ഒരേ ഒരു പ്രവാചകനാണ്
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ മൂസാ നബി ഒരുപാട് കാലം ആഗ്രഹിച്ചു, പടച്ചോനെ എനിക്ക് നിന്നെ ഒന്ന് കാണണം, നിന്നെ ഒന്ന് കാണണം, നിന്നെ ഒന്ന് കാണണം. പടച്ചോൻ പറഞ്ഞു, നിങ്ങൾക്ക് താങ്ങൂല മൂസ, വെറുതെ എന്തിനാങ്ങൾ, അല്ല എന്നാലും ഒരാഗ്രഹമല്ലേ, അങ്ങനെ വാശിയുണ്ടെങ്കിൽ നിങ്ങൾ വന്നോളി, തൂരിസീന പർവ്വതത്തിന് മുകളിൽ കയറിക്കോളി, ചെരുപ്പം കഴിച്ച് നല്ല ഒതൊക്കെ ഉണ്ടാക്കിയിട്ട് വരി. അങ്ങനെ കയറി പടച്ചോന്റെ പ്രഭാങ്ങ് കണ്ടപ്പോഴേക്ക് തന്നെ മൂസാ നബി അലൈഹി സ്വലാം ബോധരഹിതനായി വീണു. എന്നാൽ ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ കണ്ട ഒരേ ഒരു നേതൃത്വമാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ആ നബി തങ്ങളാണ് പറയുന്നത്, സ്വർഗ്ഗത്തിൽ ഞാൻ നിസ്കാരത്തിൽ ഞാൻ സ്വർഗ്ഗം കണ്ടു, മാത്രമല്ല വദനത്ത് മിന്നേ അന്നാർ, ആ നിസ്കാരത്തിൽ തന്നെ ഞാൻ നരകം കണ്ടു. സുബ്ഹാനല്ലാഹ്, ആ നരകത്തിന് ഒരുപാട് വാതിലുണ്ട്. ഞാൻ ചിന്തിച്ചു പോയി, വാനമഅഹും, ഞാൻ ഇതിലൂടെ ഞാനും പോകേണ്ടി വരുമോ എന്ന് ഞാൻ ചിന്തിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ ആ നരകത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു. ആ പെണ്ണ് നരകത്തിൽ കടക്കാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ? ഒരു പൂച്ചയെ അവൾ കെട്ടിയിട്ടിരിക്കുന്നു. അവൾ സ്വന്തമായി പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തില്ല, മാത്രമല്ല ആ പൂച്ചയ്ക്ക് സ്വന്തമായി ഭക്ഷണം മേഞ്ഞ് നടന്ന് തിന്നാൻ പറ്റിയ അവസരവും ഉണ്ടാക്കിയില്ല. ഇതിന്റെ കാരണം കൊണ്ടാണ് അവൾ നരകത്തിൽ പ്രവേശിച്ചതെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ വളർത്തേണ്ട ജീവിയാണ് പൂച്ച, വീട്ടിൽ വളർത്തേണ്ട ജീവിയാണ് പൂച്ച. പ്രിയപ്പെട്ടവരെ, അത് സുന്നത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വീട്ടിൽ വളർത്തേണ്ട കുറെ ജീവികളെ പ്രിയപ്പെട്ടവരെ ഇസ്ലാം എണ്ണുന്നുണ്ട്. ഒരു വീട്ടിൽ ആടുണ്ടായാൽ അത് ബർക്കത്താണ്, ഒരു വീട്ടിൽ കോഴി ഉണ്ടായാൽ ബർക്കത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു വീട്ടിൽ അടുപ്പുണ്ടായാൽ ബർക്കത്താണ്, ഒരു വീട്ടിൽ കിണറുണ്ടായാൽ അത് ബർക്കത്താണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ വീട്ടിൽ പ്രായമുള്ള ഉമ്മമാരും ഉപ്പമാരും ഉണ്ടായാൽ അതും ബർക്കത്താണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അതൊക്കെ ഭാരമായിട്ട് കാണുന്ന കോലാണ് ഇന്നത്തെ കാലം, അല്ലേ? വൃദ്ധസദനങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി മക്കളെ ചേർക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മക്കൾ മാതാപിതാക്കളെ ചേർക്കുന്ന കാലം. എന്തെങ്കിലുമൊക്കെ വീട്ടിൽ പരിപാടിയും ഫംഗ്ഷനും വരുമ്പോൾ അവരെ കൊണ്ടുവന്നാക്കുന്നത് വൃദ്ധസദനത്തിലാണ്. അതെന്താ? അവരിങ്ങനെ വെള്ളം ഉണ്ടാക്കി അവിടെ തുപ്പി ഇവിടെ തുപ്പി, പിന്നെ അവരെ കാട്ടവും മൂത്രം വൃത്തിയാക്കാൻ തന്നെ നേരിടാവുള്ളൂ. ഇവിടെ ഗസ്റ്റുകൾ വരുന്ന സമയത്ത് അവരെ പരിചരിക്കാൻ നമുക്ക് സമയമുണ്ട്. അങ്ങനെ വൃദ്ധസദനങ്ങളിലേക്ക് ഒരു വാരാന്ത പതിപ്പ്, മാതൃഭൂമിയുടെ വാരാന്ത പതിപ്പ് വായിച്ചിട്ട് ഞാൻ ഇപ്പോൾ അത് ഓർക്കുകയാണ്. അല്ലാതെ തിരിച്ചുപോയി. ഒരു കുട്ടിയെ പിടിച്ചിട്ട് അച്ഛൻ വല്യച്ഛനെ വൃദ്ധസദനത്തിലാക്കിയിട്ട് തിരിച്ചു വരുമ്പോ മോൻ ചോദിക്കുക, അല്ല അച്ഛാ, നമ്മളെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുന്ന ദിവസമല്ലേ, ആഘോഷമല്ലേ, അപ്പൊ വല്യച്ഛൻ അതിലൊക്കെ പങ്കെടുക്കണ്ടേ? അല്ല മോനെ, അത് നമുക്കതൊരു ഡിസ്റ്റർബാണ്, അച്ഛനെ നോക്കാൻ നമുക്ക് സമയം കിട്ടൂല. അപ്പൊ ഈ മോൻ ചോദിച്ചു, അല്ല അപ്പൊ എനിക്ക് അച്ഛനൊരു ഡിസ്റ്റർബാണ് എന്ന് തോന്നുമ്പോൾ ഞാനും അവിടെ തന്നെയല്ലേ കൊണ്ടാക്കാനുള്ളത്? ഇത് ചോദിച്ചപ്പോഴുള്ള മനസ്സ് പൊട്ടിപ്പോയി. എന്നെ വൃദ്ധസദനത്തിൽ ഈ മകൻ കൊണ്ടയാക്കുമോ എന്ന് ആ ഒരു ചിന്ത അയാളെ മനസ്സിൽ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് അതിന്റെ ഗൗരവം മനസ്സിലായത്. അദ്ദേഹം ഉടനെ തന്നെ വല്യച്ഛനെ തിരിച്ചു കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാതാവിനെയും പിതാവിനെയും വേദനിപ്പിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ ദുനിയാവ് തന്നെ പണിഷ്മെന്റ് ഉറപ്പിച്ചു കൊണ്ടു. എൻ്റെ ജീവിതത്തിൽ എത്രയോ അനുഭവമുണ്ട്. എൻ്റെ സുഹൃത്ത് ചെറുപ്പകാലത്ത് ബാപ്പയെ തല്ലി, അവൻ ബാപ്പയായപ്പോൾ അവൻ്റെ മോൻ അവനെ തല്ലി. എത്ര അനുഭവങ്ങളാണ്. ഞാനൊന്നുമില്ല, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ദുനിയാവിൽ തന്നെ അള്ളാഹു തആല പണിഷ്മെന്റ് കൊടുക്കുന്ന കാര്യമാണ്. പിന്നെ കഴിഞ്ഞോ, ആഖിറത്തിൽ എത്തിയാൽ അവൻ
അവൻ്റെ കാര്യം വളരെ പോക്കാണ്. കാരണം അവന് ജന്മം നൽകിയ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവന് വിലയില്ല. അതുകൊണ്ട് പ്രായമുള്ള മാതാവും പിതാവും, ഇനി അവർക്കൊരു വാപ്പയും ഉമ്മയുണ്ടോ എങ്കിൽ അത്രയും ബർക്കത്ത് കൂടും. എത്ര വീടുകളുണ്ട്, എത്ര വീടുകളുണ്ട്. പല വീടുകളിലും പോയിട്ട് എന്ത് രോഗമാണ്, വിഷമമാണ്, പ്രയാസമാണ് എന്ന് പറയും. അപ്പൊ അവരോട് പറയുന്നത് വീടിന്റെ കുഴപ്പമാണ്. അപ്പൊ അവർ ചോദിക്കും, അല്ല ഉസ്താദേ, ഞങ്ങൾ ഇവിടെ തന്നെയല്ലേ താമസിച്ചത്, വല്യമ്മ ഇവിടെയല്ലേ താമസിച്ചത്, വല്യമ്മ ഇവിടെയല്ലേ താമസിച്ചത്. അതെ, അവരൊക്കെ ഈ വീടിന്റെ വിളക്കായിരുന്നു, അണഞ്ഞു പോയി. പിന്നെ അതിന് പറ്റിയ മനുഷ്യന്മാരില്ല. അവർ കുറെ നോമ്പ് നോൽക്കായിരുന്നു, ഖുർആനോതുമായിരുന്നു. അള്ളാഹിന്റെ റസൂലിന്റെ നെഞ്ചിലേക്ക് നല്ല മനുഷ്യന്മാരാണ്. അതുകൊണ്ട് അവരെ പേടിച്ചു. പിശാചുക്കൾ അടുക്കൂല. അവര് നമ്മുടെ വീടിന്റെ സോഴ്സാണ്, പ്രഭയാണ്, വെട്ടമാണ്, വെളിച്ചമാണ്, എല്ലാമാണ്. അവർ മരിച്ചപ്പോൾ ഓരോരോ ഇടങ്ങേറുകളും ഇങ്ങനെ തുടങ്ങി. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായിരുന്നു. നമ്മൾ ചണ്ടിയായി. അവരുടെ ആത്മീയ മൂല്യം നമുക്കില്ലാതെയായി. അങ്ങനെ എത്ര എത്ര വീടുകളിൽ വിഷമമുള്ളവരുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വൃദ്ധയായ മാതാവും പിതാവും നിങ്ങളുടെ വീട്ടിലെ ബർക്കത്താണെന്ന്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. പക്ഷേ ഇവർക്കൊക്കെ വേണ്ട പരിചരണം കൊടുക്കാതെ നമ്മൾ വളർത്തിയാൽ അതിന്റെ പേരിൽ മാത്രം നരകത്ത് പോകും. ഞാൻ ഉസൂഫ് നിസ്കാരം, ചന്ദ്രഗ്രഹണ നിസ്കാരം നിർവഹിച്ചപ്പോ നരകത്തിലെ ഒരു പെണ്ണിനെ കണ്ടത് അതാ പൂച്ചയെ വീട്ടിലിട്ടിട്ട് തടങ്കലിൽ വെച്ച് സ്വന്തമായി ഭക്ഷണം കൊടുത്തതുമില്ല, അഴിച്ചുവിട്ടതുമില്ല. അതിന്റെ കാരണത്താൽ നരകത്തിൽ പോയ ഒരു പെണ്ണിനെ ഞാൻ ചന്ദ്രഗ്രഹണ നിസ്കാരം നിർവഹിച്ചപ്പോൾ നരകം കണ്ട മാത്രമല്ല എനിക്ക് കാണാൻ കഴിഞ്ഞുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വളരുന്ന ജീവികളോട് നാം കാരുണ്യമുള്ളവരാകണം. ആവശ്യമില്ലാത്തൊന്നും വളർത്തും ചെയ്യരുത്. ഇന്ന് കുറേ പക്ഷികളുണ്ട്, വേണമെങ്കിൽ വളർത്താം, പക്ഷെ അതിനൊന്നും പ്രചോദനമില്ല. തത്തയെ വളർത്തുന്ന ആൾക്കാരുണ്ട്. തത്തയെ വളർത്തുന്നവർക്ക് പക്കറുണ്ടാവുമെന്നാണ്, ദാരിദ്ര്യമുണ്ടാവും. പൂച്ചയെ വളർത്തുന്ന വീട്ടിൽ ബർക്കത്തുണ്ട്. ചില വീടുകളിൽ നായയെ വളർത്തുന്നു, നമ്മുടെ നാട്ടിലൊന്നുമില്ല. അതും ശരിയല്ല. ഒരു പ്രാവശ്യം തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട ജീവിയാണ് നായ. ആ നായയുടെ വീട്ടിൽ റഹ്മത്തിന്റെ മാലാഖമാർ ഇറങ്ങുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. ഒരു സഹാബി വന്നിട്ട് സ്വർഗത്തിന്റെ കഥയെല്ലാം കേട്ടപ്പോൾ ബേജാറായി. അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാൻ ബദറിൽ പങ്കെടുക്കേണ്ട ആളായിരുന്നു, എനിക്കതിന് അവസരം കിട്ടിയില്ല. അതുകൊണ്ട് ഇനി ഒരു യുദ്ധം വന്നാൽ ആ യുദ്ധത്തിലേക്ക് എന്നെ വിളിക്കണം, എനിക്ക് ആ യുദ്ധത്തിൽ പങ്കാളിയാകണമെന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറഞ്ഞു. അപ്പോഴോ ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തിന് അവസരം കൊടുത്തു. ഉഹദ് യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ പ്രിയപ്പെട്ടവരെ പേടിച്ചോടുകയുണ്ടായി. ഉഹദ് മല എന്ന് പറയുന്നൊരു മലയുണ്ട്. ആ മലയിൽ റസൂലുള്ളാഹി തങ്ങൾ ഒരു സംഘത്തെ നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഇവിടുന്ന് നിങ്ങൾ ഓടരുത് കേട്ടോ, എന്ത് തന്നെ വന്നാലും ശരി, നിങ്ങൾ ഈ മലയിൽ നിന്ന് പോകരുത്. യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിട്ട് യുദ്ധത്തിന്റെ ആദ്യ ഭാഗത്ത് ആരോ ഒരാൾ പറഞ്ഞു, മുഹമ്മദ് കൊല്ലപ്പെട്ടു പോകും. സുബ്ഹാനല്ലാഹ്. അപ്പൊ സ്വഹാബത്ത് കുറെ ആൾക്കാർ, മുഹമ്മദ് മരിച്ചെങ്കിൽ ഇനി നമ്മളെങ്ങനെ യുദ്ധം ചെയ്യുക, പോകാന്ന് പറഞ്ഞിട്ട് ഓടി. അപ്പോഴേക്ക് പ്രിയപ്പെട്ടവരെ, കുറെ ആളുകൾ യുദ്ധത്തിൽ നിന്ന് കിട്ടിയ വനീമത്ത് സ്വത്ത് വാരാൻ വേണ്ടി പോയി. അപ്പോഴേക്ക് ശത്രുക്കൾ ഇത് മുതലെടുത്തു. വലിയ നഷ്ടമുണ്ടായി. അതിനെക്കുറിച്ചാണ് മഹാനവരുകൾ പറഞ്ഞത്. ആരാ? അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങനെ ആ ഉഹദിൽ എനിക്ക് അവസരം കിട്ടിയിട്ട് ഞാൻ യുദ്ധം ചെയ്യാൻ പോയപ്പോ മുസ്ലിമീങ്ങൾ ഓടിപ്പോയി. അല്ലാഹുമ്മ ഇന്നി അഅ്തദിറു ഇലൈക മിമ്മാ സനഅ ഹൗലായി. യാനി യാ സ്വഹാബോ, തന്റെ കൂടെ വന്ന സ്വഹാബത്ത് ചെയ്ത ഈ പ്രവൃത്തിയിൽ നിന്നും അല്ലാഹുവേ, ഞാൻ നിന്നോട് ഉദ്ർ ബോധിപ്പിക്കുന്നു, കാവൽ തേടുന്നു, ഞാൻ അതിന് ഉത്തരവാദിയല്ല. വാബറു ഇലൈക മിമ്മാ സനഅ ഹൗലായി. ഈ മുശ്രിക്കീങ്ങളായ ആളുകൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയില്ലേ, ഞാനും അതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു, ഞാനും അതിന് ഉത്തരവാദിയല്ല.
മഹാനായ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവരെ ആരുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയില്ല. മഹാനവറുകൾ ഉഹദ് രണാങ്കളത്തിൽ ഇറങ്ങി യുദ്ധം ചെയ്തു. ഒരുപാട് പരിക്കുകൾ പറ്റി. മഹാന്മാരായ സഹാബത്ത് പറയുന്നു, മഹാനവറുകൾ ഉഹദ് രണാങ്കളത്തിൽ നോക്കുമ്പോൾ فوجدنا به بضع وثمانين ضربة بالسيف 80 ചില്ലാനം വെട്ടുകൾ മഹാനവറുകൾക്ക് ആ ഉഹദ് രണാങ്കളത്തിൽ ഏൽക്കേണ്ടി വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ടോ മഹാനവറുകളായ യുദ്ധക്കളത്തിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു. മുശ്രിക്കീങ്ങൾ അദ്ദേഹത്തിന്റെ അംഗവിച്ഛേദം നടത്തി. തന്റെ സഹോദരി വന്നിട്ടാണ് അദ്ദേഹത്തിന്റെ മുഖം കണ്ട് തിരിച്ചറിഞ്ഞത്. ഞങ്ങൾക്കാർക്കും അദ്ദേഹത്തെ തിരിച്ചറിയാൻ പറ്റിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രിയപ്പെട്ടവരെ സ്വർഗ്ഗത്തെ ചോദിച്ചു വാങ്ങിയ സഹാബിയായിരുന്നു. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹ അലൈഹി. അല്ലാഹുവിനോട് കരാർ വാങ്ങിയ ചില ആളുകൾ സത്യസന്ധമായി പുലർത്തിയത് വിശ്വാസികളുണ്ട് നബിയെ എന്ന് അല്ലാഹു തആല ഖുർആനിൽ ഇറക്കിയത് ഈ സഹാബിയുടെ കാര്യത്തിലായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. കാരണം എന്താ? യുദ്ധം ചെയ്തിട്ടെങ്കിലും സ്വർഗ്ഗത്തിൽ പോകണം. ഇവിടെ ദുനിയാവ് ഇവിടെ ജീവിച്ചാൽ കയറി വന്നാൽ ഒരു 60-70 വയസ്സ് ജീവിക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ പോകണ്ടേ? അതുകൊണ്ട് ഇന്നായാലും മരിക്കും, നാളായാലും മരിക്കും, മരിക്കുന്ന നല്ല നിലയിലാകട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്രിയപ്പെട്ടവരെ ഷഹീദാകാൻ വേണ്ടി അവർ കൊതിച്ചു. അവർക്കറിയില്ല ഇപ്പൊ പോകുന്നത് യുദ്ധത്തിനാണെന്ന്. തിരിച്ചു വരാൻ പറ്റുമോ? കുട്ടികളെ കാണാൻ പറ്റുമോ? ഉമ്മനെ കാണാൻ പറ്റുമോ? ഇനി ഭാര്യയുമായി ബന്ധപ്പെടാൻ പറ്റുമോ? തന്റെ കുടുംബജീവിതം നയിക്കാൻ പറ്റുമോ? ഒന്നും കഴിയില്ല. പക്ഷേ എന്തായാലും മരിക്കണം, ദീനിനു വേണ്ടി ആയിക്കോട്ടെ വിചാരിച്ചു. അങ്ങനെ അവര് സ്വർഗം അവര് വില കൊടുത്തു വാങ്ങി. എന്താ വില? അവരുടെ ശരീരം വില കൊടുത്തു. ശരീരത്തെ വില കൊടുത്ത് സ്വർഗം വാങ്ങിയവരാണ് മഹാന്മാരായ സഹാബത്ത്. കാരണം സ്വർഗത്തിലെത്തിയാൽ പിന്നെ ഒന്നും പേടിക്കണ്ട. അല്ലാഹു നമുക്ക് സ്വർഗം മോശാരമായി നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സ്വർഗത്തിലെ ജീവിതം ആനന്ദകരമാണ്. ലാ യബ്സുഖൂന ഫീഹാ വലാ യതഗവ്വതൂന അനിയതുഹും ഫീഹാ അദ്ദഹബു അംശാതുഹും മിനദ്ദഹബി വൽഫിദ്ദാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അതിന്റെ മുമ്പിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. 2 നദികൾ. സ്വർഗത്തിൽ പോകുന്ന ഏതൊരാളും ആ നദിയിൽ നിന്ന് ഒരു നദിയിൽ നിന്ന് വെള്ളം കുടിക്കും. അതോടുകൂടെ മലം സ്റ്റോപ്പായി, മൂത്രവും ബന്ധായി. വേറെ ഒരു നദിയിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ അവരുടെ വേറെ ഒരു നദിയിൽ ഇറങ്ങി അവർ കുളിക്കുന്നു. പിന്നെ ഒരു പ്രാവശ്യവും സ്വർഗത്തിലെത്തിയാൽ അവരുടെ മുടി നരക്കുകയില്ല. അല്ലേ? മുടി നരക്കുന്നതാണ് വലിയ പരാതി. അതിനുവേണ്ടി ഇങ്ങനെ എത്രയോ സമയം കളയുന്ന ചില ആൾക്കാർ. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു നദിയിൽ നിന്ന് വെള്ളം കുടിച്ചാൽ പിന്നെ അവർക്ക് ഒരിക്കലും തന്നെ മലമോ മൂത്രമോ പുറത്തേക്ക് വരികയില്ല. ഒരു നദിയിൽ ഇറങ്ങിയിട്ട് കുളിക്കും. അങ്ങനെ ആരോഗ്യ ദൃഢഗാത്രരായി നല്ല പ്രസരിപ്പോടുകൂടെ സ്വർഗത്തിലേക്ക് കയറും. എല്ലാവരും യുവാക്കളാണ്, എല്ലാവരും യുവതികളാണ്. ഒരു മാമ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഒരു ഉമ്മൂമ്മ നബിയെ ഞാൻ സ്വർഗത്തിൽ പോവാണ്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതിന് വയസ്സത്തികളൊന്നും സ്വർഗത്തിൽ പോകില്ലല്ലേ? അത് പഠിച്ചിട്ടില്ലേ? പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? വയസ്സായിട്ട് ആരും സ്വർഗത്തിൽ പോവില്ല, യുവതിയായിട്ടാണ് സ്വർഗത്തിൽ പോകുക. 33 വയസ്സ് പ്രായമുള്ള യുവതിയും യുവാവുമായിട്ടാണ് എല്ലാവരും സ്വർഗത്തിൽ പോകുന്നത്. ആ സ്വർഗത്തിലെത്തിയാൽ പിന്നെ ബലക്ഷയമില്ല, പിന്നീട് അവർക്ക് ക്ഷീണമില്ല, അവർക്ക് തൂക്കി ഉറക്കമില്ല. പ്രിയപ്പെട്ടവരെ, അവർക്ക് അതുപോലെ കാഷ്ടിക്കലോ മൂത്രിക്കലോ ജലദോഷം പിടിക്കലോ രോഗിയാകലോ ആർത്തവം ഉണ്ടാകലോ സ്വർഗത്തിലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു.
അപ്പൊ ഈ തിന്നതെല്ലാം കൂടി പിന്നെ എന്താകും? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർ കഴിച്ച ഭക്ഷണം വിയർപ്പുകളായി പുറത്തേക്ക് വരും. ആ വിയർപ്പുകളാകട്ടെ കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമുള്ളതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അവരുപയോഗിക്കുന്ന പാത്രങ്ങളോ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ സ്വർണത്തിന്റെ പാത്രം. അവരുപയോഗിക്കുന്ന ചീപ്പുകളോ അവരുപയോഗിക്കുന്ന ചീപ്പ് സ്വർണത്തിന്റെയും വെള്ളിയുടേതുമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അവിടുത്തെ കല്ലുകൾ രത്നങ്ങളാണ്, അവിടുത്തെ മുറ്റമോ അത് കസ്തൂരിയാണ്. വലികുല്ലി വാഹിദിൻ മിൻഹും സൗജത്താനി, ഓരോരോ പുരുഷന്മാർക്കും 2 ഇണകൾ വീതം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ചന്തത്തിന്റെ കാരണം നല്ല അലങ്കാരമുള്ളത് കൊണ്ട് ഒരു മനുഷ്യന്റെ കാല് സ്വർഗത്തിലെത്തുമ്പോൾ ആ കാലിന്റെ അപ്പുറത്തേക്ക്, കാലിന്റെ ഉള്ളിലൂടെ കാണാൻ പറ്റുന്ന അത്രയും ചന്തമായിരിക്കും സ്വർഗത്തിലെത്തിയാൽ മനുഷ്യന്റെ കാലുകൾ. എന്നിട്ട് റസൂൽ പറയുന്നു, അവിടെ തമ്മിൽ തർക്കമില്ല, പരസ്പരം വിദ്വേഷമില്ല. ഖൽബുൻ ഖുലൂബുഹും ഖൽബുൻ വാഹിദ്, എല്ലാവരും ഒരേ ഒരു ചിന്തയും ഒരേ ഒരു മനസ്സുമായിരിക്കും. യുസബ്ബിഹൂനല്ലാഹ ബുക്റതൻ വഅശിയ്യാ, സ്വർഗ്ഗത്തിലെത്തിയാലും അവർ അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ദുനിയാവിൽ തസ്ബീഹ് ചൊല്ലുന്ന ആളുകൾ സ്വർഗ്ഗത്തിൽ പോകും, സ്വർഗ്ഗത്തിലെത്തിയാൽ അവിടെയും അവർ തസ്ബീഹ് ചൊല്ലും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് രാവിലെയും വൈകുന്നേരവും ഒരു 100 പ്രാവശ്യം ചൊല്ലാൻ പ്രിയപ്പെട്ട ഉമ്മമാരെ നമുക്ക് സമയമുണ്ടാകണം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവസാനമായി ഉദ്ധരിച്ച ഹദീസാണ്, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ തഖീലത്താനി ഫിൽ മീസാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തിലെ അവസാനത്തെ വാക്ക് അസ്തഗ്ഫിറുല്ലാഹ് എന്നാകണമെന്നാണ്. അതുകൊണ്ട് നമ്മൾ തസ്ബീഹ് ചൊല്ലുന്നത് ബാങ്കിന്റെ മുമ്പ് ബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് അത് പറയുമ്പോൾ ബാങ്ക് നമ്മൾ കൊടുക്കും. ആ ദിവസത്തിലുള്ള എല്ലാ ചെറിയ പാപങ്ങളും പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ സ്വർഗം കണ്ടു, മിഅ്റാജിന്റെ രാത്രിയിൽ സ്വർഗം കണ്ടു. ഇത്തലാത്തു ഫിൽ ജന്ന ഫറഅയ്തു അക്സറ അഹ്ലിഹാ അൽ ഫുഖറാ, സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട ആളുകൾ അത് ദരിദ്രവാസികളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഫക്കീറന്മാരെ നമുക്ക് എത്ര പുച്ഛാണ്, പക്ഷേ അവർ അല്ലാഹുവിന്റെ അരികിലെത്തുമ്പോൾ അവരാണ് വിഐപികളും, അവരാണ് വിഐപികളും. യാചനക്ക് വരുന്ന ആളെ നമ്മൾ എത്ര കൊച്ചാക്കിയാണ്, ബെല്ലടിച്ചാലും ബെല്ലങ്ങനെ അടിക്കണ്ടേ, നമ്മളവിടെ പോകില്ല, അത് പിരിവാര ആ യാചന. നമുക്കവരെ കൊച്ചാണ്, നമുക്ക് അവരോട് പുച്ഛമാണ്. അതുകൊണ്ട് ദുന്യാവിൽ അവർ സഹിക്കേണ്ടതെല്ലാം സഹിച്ചു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, 2 സ്ഥലത്തും ഒരാൾ കരയേണ്ടി വരില്ല, 2 സ്ഥലത്തും ഒരാൾ ചിരിക്കുകയുമില്ല. ദുന്യാവിൽ കുറെ കരഞ്ഞ ആളാണ്, അയാൾ ആഖിറത്തിലെത്തുമ്പോൾ കരയേണ്ടി വരില്ല. ഇവിടെ നല്ലോണം ചിരിച്ച ആളാണ്, ആഖിറത്തിലെത്തുമ്പോൾ അയാൾക്ക് ചിരിക്കാൻ അവസരം ഉണ്ടാവില്ല, അയാൾ കരയേണ്ട വേണ്ടി. അതുകൊണ്ട് ഇവിടെ ഫക്കീറായി നടന്ന ആളുകളില്ലേ, അവർക്ക് സമൂഹത്തിൽ നിന്നും ഒരുപാട് അവഗണന കിട്ടിയവരാണ്. അവര് ഒരു സദസ്സിൽ വരുമ്പോ അവര് ബാക്കിലായിരിക്കും വന്നിരിക്കുന്നത്, കാരണം അവരെ മൈൻഡ് ചെയ്യാൻ ആളുകളില്ല. നല്ല ഒരു സദസ്സിലേക്ക് അവരെ ക്ഷണിക്കപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ ഉന്നതമായ യാത്രയിൽ അവരെ പങ്കാളിയാക്കുകയില്ല. നമ്മുടെ ഏതൊക്കെ സമൂഹങ്ങളിൽ
അതോറിറ്റികളുണ്ടോ അവിടെയെല്ലാം അവരെ തടയപ്പെടും. കാരണം അവന് കാശില്ല. എൻ്റെ മനസ്സിന് അപ്പോഴൊക്കെ വിഷമുണ്ടാവും, എനിക്കിതിനൊന്നും പറ്റുന്നില്ലല്ലോ. പക്ഷെ അവൻ ക്ഷമിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, റഅയ്തു അക്സറ അഹ്ലിഹാ അൽ ഫുഖറാ, സർവക്കാരിൽ ഭൂരിഭാഗവും ദാരിദ്ര്യമുള്ളവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വത്തലഅതു ഫിന്നാരി ഫറഅയ്തു അക്സറ അഹ്ലിഹാ അൻ-നിസാ. എനിക്ക് പറയാൻ വിഷമമുണ്ട്, പക്ഷെ ഉമ്മമാരെ ഇത് അനീസായതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യ. നരകം കണ്ടപ്പോൾ അതിലേറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ നല്ലപോലെ നരകത്തെ പേടിക്കണം, നല്ലപോലെ നരകത്തെ പേടിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളൊരു കാരക്കയുടെ ചീടുണ്ടെങ്കിലും സ്വതക്ക കൊടുത്ത് നരകത്തെ കാക്കളെ മക്കളെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മമാരോട് ഉപദേശിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരാൾ പട്ട് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ നബി തങ്ങൾ അത് സ്വീകരിച്ചില്ല. കാരണം എന്താ? പട്ട് ഹറാമാണല്ലോ. പട്ട് പുരുഷന്മാർക്ക് ഹറാമാണ്, സ്വർണം പുരുഷന്മാർക്ക് ഹറാമാണ്, വെള്ളി പുരുഷന്മാർക്ക് ഹറാമാണ്, മൈലാഞ്ചിയും പുരുഷന്മാർക്ക് ഹറാമാണ്. നമ്മളൊക്കെ പറഞ്ഞു തോന്നുന്നു അല്ലേ? താടിയും മുടിയും വേണമെങ്കിൽ മൈലാഞ്ചി എടുക്കുക, സ്വർണത്തിന് വെള്ളിയുടെ ഒരു മോതിരം വേണമെങ്കിൽ ധരിക്കുക, സ്വർണത്തിന് ഒരു പല്ല് വേണമെങ്കിൽ വെക്കുക. യുദ്ധത്തിന് പോകുന്ന യോദ്ധാവിന് പട്ട് വേണമെങ്കിൽ വാളിൻ്റെ വെട്ട് കൊള്ളാതിരിക്കാൻ വേണ്ടി ധരിക്കാം. അപ്പോൾ അത് മരണപ്പെടുമ്പോൾ തന്നെ സാധാരണഗതിയിൽ ഒരു യോദ്ധാവ് മരണപ്പെടുമ്പോൾ അയാൾ ധരിച്ച അതേ വസ്ത്രത്തിൽ തന്നെ മറമാടണമെന്നാണ്, കഫൻ ചെയ്യണമെന്നാണ്. പക്ഷേ യോദ്ധാവ് പട്ട് ധരിച്ചെങ്കിൽ ആ പട്ട് മാറ്റണം. അത് അത്യാവശ്യത്തിന് വേണ്ടി ധരിച്ചതായിരുന്നു. പുരുഷന്മാർക്ക് പട്ട് ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പട്ട് കൊണ്ടുവന്ന് കൊടുത്തു. പട്ടിന്റെ ഒരു ജുബ്ബ അതേ ചെയ്തു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എനിക്ക് വേണ്ട, പട്ട് പുരുഷന്മാര് ധരിക്കാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലമനാദിലു സഅദ് ബിൻ മുആദ് ഫിൽ ജന്നതി അഹ്സനു മിൻ ഹാദാ. നിങ്ങൾ ഈ കൊണ്ടുവന്ന പട്ടിലെ ഈ പട്ടിന്റെ ജുബ്ബയേക്കാൾ എത്രയോ മനോഹരമാണ് സഅദ് ബിൻ മുആദ് സ്വർഗ്ഗത്തിൽ ഉപയോഗിക്കുന്ന കർച്ചീഫ് എന്ന് പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആ പറഞ്ഞതിന്റെ അർത്ഥം സഅദ് ബിൻ മുആദ് സ്വർഗ്ഗത്തിലാണ്. ഇവിടുത്തെ ഒരു ചെറിയ കയ്യിൽ പിടിക്കുന്ന ലൈസ് നമ്മൾ പറയില്ലേ, അതുപോലും ഇവിടുത്തെ പട്ടിനേക്കാൾ നല്ല സൗകുമാര്യതയുള്ളതാണ്. സ്വർഗത്തെ നബിതങ്ങൾ പല സമയങ്ങളിലും വർണ്ണിച്ചിട്ടുണ്ട്. ഇന്ന ഫിൽ ജന്നതി ലശജറ, ഇന്ന ഫിൽ ജന്നതി ലശജറ യസീറു റാകിബു ഫീ ളിഹാ മിഅത ആമിൻ ലാ യഖ്തഉഹാ. സ്വർഗത്തിലെ ഒരു വൃക്ഷത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒരാള് നടന്ന് 100 കൊല്ലം നടന്നു പോയാലും ആ വൃക്ഷത്തിന്റെ തണല് വിട്ടുകിടക്കാൻ കഴിയാത്ത വിധം വലിയ വലിയ വൃക്ഷങ്ങൾ അതാ സ്വർഗത്തിലുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കിങ്ങൾ, നമ്മൾ ഹൈവേയിലൂടെ അങ്ങനെ പോകുമ്പോൾ പഴയ കാലത്തൊക്കെ ഉണ്ട് നല്ല വലിയ വൃക്ഷങ്ങൾ. ഇനിയിപ്പോൾ അത് സ്വപ്നമായി, നമ്മൾ ഈ കാണൂല, അതെല്ലാം പോയി. അവിടെ എത്തുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. ഒരു ബൈക്കിൽ പോകുന്ന ആളാണെങ്കിൽ അവിടെ നിന്ന് നിർത്തും. കാരണം ഒരു നല്ല കാറ്റ്, മന്ദമാരുടെ തലോടാൻ പറ്റിയ ഒരു സമയമാണ്. അവിടെ ഒരുപാട് വെള്ളം കച്ചവടക്കാരുണ്ടാവും, മോര് കച്ചവടക്കാരുണ്ടാവും, അതുപോലെ അത്യാവശ്യമായ സാധനങ്ങൾ യാത്രക്കാർക്ക് വിൽക്കുന്ന കച്ചവടക്കാരെല്ലാം ആ തണലിനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വൃക്ഷങ്ങളാണല്ലോ പ്രകൃതി. നമുക്ക് ശ്വസിക്കാനുള്ള വായു നൽകുന്നത് ഇവിടുത്തെ വൃക്ഷങ്ങളാണ്. ഓക്സിജൻ വൃക്ഷങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്വസിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അവർ വീണ്ടും വലിച്ചെടുക്കും. അപ്പം നമുക്ക് വേണ്ടത് നൽകാനും നമ്മൾ തള്ളിയത് പിടിച്ചെടുക്കാനും ഇവിടുത്തെ സസ്യങ്ങൾ വേണം.
അങ്ങനെ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിന് താഴെയായി സംവിധാനിച്ച ഒരു ഓസോൺ പാളി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ശാസ്ത്രം നിരീക്ഷിച്ച ഓസോൺ പാളി. അതിന്റെ ചൂട്, അതിന് ശക്തമായ ചൂട് ഏൽക്കും. അങ്ങനെ ദ്വാരം വീഴും. ഭൂമിയിൽ ഇവിടെ സൂര്യാഘാതം ഉണ്ടാവും. അതിന് ദ്വാരം വീഴാതിരിക്കണമെങ്കിൽ ഇവിടെ തണുപ്പ് വരും. അതിനാണ് വൃക്ഷങ്ങൾ. ശാസ്ത്രം നിരീക്ഷണം നടത്തുന്ന അങ്ങനെയാണ്. അതിന്റെ തോത് കുറയുമ്പോൾ ഓസാമ്പാളി ഒട്ടയാവും. അപ്പൊ സൂര്യന്റെ ചൂട് ശക്തമായി ആ ദ്വാരങ്ങളിലൂടെ ഭൂമിയിൽ ആപതിക്കും. അങ്ങനെ ജനങ്ങളുടെ മുതുക് കരിഞ്ഞു, തല കരിഞ്ഞു, ചെവി കരിഞ്ഞു, ഉദരം കരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ നമ്മൾ വായിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ ഖിയാമത്ത് നാളാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ചെടി ബാക്കിയുണ്ട് എങ്കിൽ ആ ചെടി നട്ടുപിടിപ്പിച്ചിട്ടല്ലാതെ ഖിയാമത്ത് നാളിനെ നിങ്ങൾ വരവേൽക്കരുതെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രകൃതിയെ ഇത്രയേറെ സ്നേഹിച്ച വേറെ ഒരു നേതാവിനെ നമുക്ക് കാണാൻ കഴിയില്ല. ഷെയ്ഖ് സായിദ് ഒരു നാട്ടിലൂടെ അങ്ങനെ യാത്ര പോവാണ്. യുഎഇയുടെ ഭരണാധികാരി അല്ലേ, മരണപ്പെട്ടുപോയി. വലിയ ധർമ്മിഷ്ഠനായിരുന്നു. ശക്തമായ ചൂട്. അപ്പോൾ പറഞ്ഞു, ഇവിടെ എന്തോ മരമൊന്നുമില്ലേ? ഇല്ല, ഇവിടെ മരമൊന്നുമില്ല. അപ്പോൾ മഹാനവറുകൾ ഉടനെ തന്നെ ഉത്തരവിട്ടു, ഈ രണ്ട് ഭാഗത്തും മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. അങ്ങനെ കിലോമീറ്ററുകളോളം മരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് എല്ലാ റോഡുകളിലൂടെയും വെച്ച് പിടിപ്പിക്കാൻ തീരുമാനം. അങ്ങനെയാണ് ഈത്തപ്പന വൃക്ഷങ്ങൾ റോഡിനരികിലൂടെ കടന്നു വരുന്നത്. അത് ജനങ്ങൾക്ക് വലിയ ഒരു ആശ്വാസമാണ്. എത്ര കണ്ട് പച്ചലതാദികൾ ഇവിടെ വർദ്ധിക്കുന്നു, അതനുസരിച്ച് നമ്മുടെ ആരോഗ്യം കൂടും. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ചെടികൾ വെച്ച് പിടിപ്പിക്കണമെന്ന് പറയേണ്ട കാരണം അതാണ്. ആ വീട്ടുകാർക്ക് നല്ല വായു ശ്വസിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ചെടികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓക്സിജൻ വേണം. ചെടിയുള്ള വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ എന്താ ഒരു സമാധാനം, ഒരു സൗകുമാര്യത. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സ്വർഗത്തിലെ ഒരു വൃക്ഷം, ഒരു വൃക്ഷത്തിന്റെ കഥ അല്ല, ഒരു വൃക്ഷത്തെ നബി തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ എത്ര വൃക്ഷം? 100 കൊല്ലം ഒരാൾ നടന്നു പോയാലും എത്താത്ത, മുറിച്ച് കടക്കാൻ പറ്റാത്ത അത്രയും വലിയ വൃക്ഷങ്ങൾ സ്വർഗത്തിലുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്റെ ഉമ്മത്ത് ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിച്ച പ്രവാചകനാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, സ്വർഗത്തിൽ 120 സഫുകളുണ്ട്. സ്വർഗത്തിൽ 120 സഫുകളുണ്ട്. അതിലെ 4/1 30 സഫുകൾ നിങ്ങളാകണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. സഫ് എന്ന് പറയുമ്പോൾ പള്ളിയിലെ സഫാണ് നിങ്ങൾ കണക്കാക്കണ്ട. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ച ആയത്തിൽ പറഞ്ഞില്ലേ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ്. ആകാശഭൂമിയുടെ അത്ര വിശാലതയാണ് സ്വർഗത്തിൽ അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത്. നമുക്ക് തിരിയാൻ വേണ്ടിയാ പറയുന്നത്. ഭൂമിയിൽ സ്വർഗം പണിയാതിരിക്കാനുള്ള കാരണം എന്താ? അതിന് മാത്രമുള്ള സ്ഥലമില്ല. അതുകൊണ്ട് അർദുഹാ അസ്സമാവാതു വൽ അർദ്, ആകാശവും ഭൂമിയും കൂട്ടിയാൽ എത്ര ഉണ്ടാവും? അത്ര ഉണ്ട് അതിൻ്റെ വിശാലത. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. നമ്മളെവിടെയാണ് കണ്ടത്? നമ്മളെവിടെയാണ് നമ്മൾ കണ്ടത്? കൊല്ലം ജില്ല നമ്മൾ കണ്ടുകിടും. പിന്നെ കേരളം നമ്മൾ കണ്ടുകിടും, ഇന്ത്യ നമ്മൾ കണ്ടുകിടും, അമേരിക്ക നമ്മൾ കണ്ടുകിടും. ഇനി എത്ര രാഷ്ട്രങ്ങൾ! ഇത് മണ്ണായ സ്ഥലങ്ങൾ മാത്രം 73% വെള്ളമാണ്. ബാക്കിയുള്ളതാണ് ഇവിടുത്തെ കര എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഈ കര തന്നെ എത്രയാണ്? അപ്പോൾ പിന്നെ വെള്ളത്തിന്റെ ലോകം എത്രയായിരിക്കും? അപ്പൊ ഈ ഭൂമിയുടെ വിശാലത എത്രയായിരിക്കും? അതിലേക്ക് ആകാശം കൂടി കൂട്ടിയാൽ പിന്നെ പറയണം. ഭൂമിയിലേക്ക് ആകാശത്തിന്റെ വിശാലതയും കൂടി കയറി വരുമ്പോൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി നമുക്ക് ആർക്കും പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്റെ സമൂഹം
120 സഫുകൾ സ്വർഗത്തിലുണ്ടാകും. 1000 ആളുകളിൽ നിന്ന് ഒരാളാണ് സ്വർഗത്തിലേക്ക് പോവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. 1000 ആളിൽ നിന്ന് ഒരാള് സ്വർഗത്തേക്ക് പോകും. 1000 ആളിൽ നിന്ന് ഒരാള്. അപ്പോൾ 1 ലക്ഷത്തിൽ നിന്ന് എത്ര 100 ആളുണ്ടാവും. 10 കോടിയിൽ 100 കോടിയിൽ നിന്ന് 10 ലക്ഷം ഉണ്ടാവും. 100 കോടി ജനങ്ങളുണ്ടാകുമ്പോൾ അതിൽ നിന്ന് 10 ലക്ഷം ആളുകൾ സ്വർഗത്തിലുണ്ടാവും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അതുകൊണ്ട് സ്വർഗത്തിൽ 120 സഫുകൾ ആളുകൾ ഉണ്ടാകും. അതിൽ നിന്ന് അതാ അതിന്റെ റുബ് എന്റെ ഉമ്മത്താകണമെന്ന്, 4/1 എന്റെ ഉമ്മത്ത്, 30 സഫ് എന്റെ ഉമ്മത്താകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സഹാബത്ത് അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലി. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്ത് ആ സഫിന്റെ സുലുസാകണമെന്നാണ് എന്റെ തീരുമാനം. അപ്പോൾ 40 സഫായി. അപ്പോഴും സ്വഹാബത്ത് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി. പിന്നെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതിന്റെ പകുതി എന്റെ ഉമ്മത്താകുമെന്നാണ് എന്റെ അഭിപ്രായമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. എത്രയായി? 60ആയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1,24,000 പ്രവാചകന്മാരിൽ നിന്ന് ഒരാൾ മാത്രമാണ്. അപ്പൊ ആ നബിതങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ ഇത്ര ലക്ഷം അമ്പിയാക്കളുടെ സമൂഹങ്ങൾ, പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെത്തുമ്പോൾ നമ്മുടെ പകുതിയേ ഉള്ളൂ എന്നാ പറയുന്നത്. ഇത്രയും സമൂഹം, ആദം നബി മുതൽ റസൂലുള്ളാഹി വരെയുള്ള അമ്പിയാക്കളുടെ സമൂഹം നാളെ സ്വർഗത്തിൽ വരുമ്പോ അവര് സ്വർഗത്തിന്റെ 120 സഫില് വെറും 60 സഫിൽ ആൾക്കാരേ ഉള്ളൂ. അപ്പൊ ഈ സമൂഹത്തിൽ നിന്ന് എത്ര പേരാ സ്വർഗത്തിൽ പോകുന്നത്? എന്താ അതിന് കാരണം? അല്ലാഹു തആല നമുക്ക് നൽകിയ ചെറിയ ചെറിയ അമലുകൾക്ക് വലിയ വലിയ കൂലി. അതാണ് ചെറിയ അമലുകൾക്ക് വലിയ കൂലി. ഒരു മലക്ക് ഒരിക്കൽ അല്ലാഹുവിനോട് ചോദിച്ചു, വലിയ അഹങ്കാരത്തിൽ ചോദിച്ചതാണ്, പറഞ്ഞ അഭിമാനത്തിൽ ചോദിച്ചതാണ്, പഠിച്ചോനെ, എന്നെ പോലെ എനിക്ക് ആരാധന ചെയ്യുന്ന മനുഷ്യന്മാരാരെങ്കിലും ഉണ്ടാവുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ മലക്കിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? 1000 തലയുള്ള മലക്ക്. 1000 തലയുള്ള മലക്ക്. ഒരു തലയിൽ തന്നെ 1000 മുഖമുള്ള മലക്ക്. ഒരു മുഖത്തിൽ 1000 വായുള്ള മലക്ക്. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാ സങ്കല്പിക്കുക? നമ്മളിവിടെ കണക്കൂട്ടുന്ന ഒരു കാൽക്കുലേഷനിലും ഇത് കൂട്ടിയേ കിട്ടില്ല. 1000 തല, ഒരു തലയിൽ തന്നെ 1000 നാവ്. 1000 മുഖം, ഒരു മുഖത്തിൽ 1000 നാവ്. 1000 വായ, ഒരു വായയിൽ 1000 നാവ്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് അപാരം തന്നെയാണ്. ആരാ പറയുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒന്നുകൂടി നിങ്ങളത് കേട്ടു. 1000 തലയുള്ള ഒരു മലക്ക്, 1000 തല ഒരു മലക്കിന്, ഒരു തലയിൽ തന്നെ 1000 മുഖം. ആ മുഖം പിന്നെയും ഡിവൈഡ് ചെയ്യുക. ഒരു മുഖത്തിൽ 1000 വായ, ഒരു വായയിൽ 1000 നാവ്. അങ്ങനത്തെ ഒരു മലക്ക്. ആ മലക്ക് അല്ലാഹുവിനോട് ചോദിച്ചു, പഠിച്ചവനെ, ഞാന് നിനക്ക് ചെല്ലുന്ന തസ്ബീഹ് പോലെ, ഞാൻ നിനക്ക് ചെയ്യുന്ന ദിക്ർ പോലെ നിന്റെ അടിമകളിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന് ആരെങ്കിലും നിനക്ക് നിർവഹിക്കുന്നുണ്ടോ? അഭിമാനത്തോടുകൂടെ ചോദിക്കുകയാണ്. അല്ലാഹു തആല പറഞ്ഞു, ഒരു ദിവസം മുഴുവനും നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തിലെ അതിന്റെ പ്രതിഫലത്തിന് എന്റെ അടിമയുടെ 10 മിനിറ്റിന്റെ ദിക്ർ മതി. അതാണ്. ഞാൻ ഈ വരികൾ ഇപ്പോൾ ഓർക്കുന്നില്ല. തഴവ ഉസ്താദ് ഇത് വളരെ ഭംഗിയായി വിവരിച്ചിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയുടെ അധ്യായം നോക്കിയാൽ മതി. ആ മലക്ക് എന്നിട്ട് അല്ലാഹുവോട് ആവശ്യപ്പെട്ട്, പഠിച്ചവനെ, എനിക്ക് ആ മനുഷ്യനൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് എന്നെ ഒരു മനുഷ്യ രൂപത്തിലാക്കി. അങ്ങനെ മനുഷ്യ രൂപത്തിലാക്കിയിട്ട് ആ മലക്ക് ഇദ്ദേഹത്തിന്റെ അരികിൽ വന്നു. എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചു. നേരം വെളുത്തു വൈകുന്നേരം വരെ ആ മലക്ക് കൂടെ ഇങ്ങനെ ക്രിസ്റ്റായിട്ട് നടന്നു, ഒരു മനുഷ്യനെ പോലെ. പക്ഷേ അദ്ദേഹം ഒന്നും കണ്ടില്ല. സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ അപ്പുറം ഒന്നും കണ്ടില്ല.
അപ്പോൾ ആ മനുഷ്യനോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ കുറിച്ച് പഠിക്കാൻ വന്ന ആളാണ്. നിങ്ങളൊരു 10 മിനിറ്റ് ചെയ്യുന്ന അമല് ഞാൻ ചെയ്യുന്ന അമലിനേക്കാൾ പവിത്രമാണെന്ന് പടച്ചോൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെയൊക്കെ ഒരു മലക്കാണ്. ഇപ്പൊ നിങ്ങളെ പഠിക്കാൻ വേണ്ടി വന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെയാണ് മലക്കുകൾക്ക് ഏത് രൂപവും കിട്ടാം. നായയും പന്നിയുടെയും രൂപമല്ലാത്ത ഏത് രൂപവും മലക്കുകൾ രൂപാന്തരപ്പെടും. ഇത് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവര്, ആ മനുഷ്യൻ ആ മലക്കിനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത ഒരു അമലുണ്ട്. അതാണ് സത്യത്തിൽ എൻ്റെ വിജയത്തിന്റെ കാരണം. അതിനെക്കുറിച്ചായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. അതേതാണെന്നറിയുമോ? രാവിലെ ഒരു ദിവസം 12 പ്രാവശ്യം ഞാൻ അസ്മാഉൽ ഹുസ്ന ചൊല്ലും. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. ഞാൻ സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അല്ലാഹുവിന് സുന്ദരമായ കുറെ നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ മുൻനിർത്തി നിങ്ങൾ അല്ലാഹുവിനോട് വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധന നിർവഹിക്കുകയും വേണം. ഓരോ ദിവസവും ഒരു 10 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന പകൽ സമയത്ത് ഞാൻ ചൊല്ലാറുണ്ട്, സുബഹിക്ക് ശേഷം. അതാണ് നിങ്ങളൊരു ദിവസം മുഴുവനായി ചെയ്യുന്ന കോടാനക്കോടി നാവുകൾ കൊണ്ട് നിങ്ങൾ ചൊല്ലുന്ന ദിക്റിനേക്കാൾ എനിക്കുള്ള പ്രത്യേകതയും പ്രതിഫലവുമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മനുഷ്യൻ മറുപടി പറഞ്ഞുവെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ മിഅ്റാജിന്റെ യാത്രയിൽ പോയപ്പോൾ ഒരു പ്രവാചകനെ കണ്ടു. അദ്ദേഹത്തിന്റെ കൂടെ ആരുമില്ല. വേറെ ഒരു പ്രവാചകനെ കണ്ടു. അദ്ദേഹത്തിന്റെ കൂടെ ഒരാളുണ്ട്. വേറെ ഒരു പ്രവാചകനെ കണ്ടു. അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട്. വേറെ ഒരു പ്രവാചകനെ കണ്ടു. അദ്ദേഹത്തിന്റെ കൂടെ വലിയൊരു സംഘമുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ആഗ്രഹിച്ചു പോയി, അതാരാ? ജിബ്രീലിനോട് ചോദിച്ചു. അയാൾ ഭയങ്കര ആളാണല്ലോ, എത്രയോ അനുയായികൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയെ, അത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹമാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, നിങ്ങളിതാ ഈ ഭാഗത്തേക്ക് ചക്രവാളത്തിലേക്ക് നോക്കൂ. ഫൈദാ സവാദുൻ യംലഉൽ ഉഫുഖാ. ചക്രവാളം മുഴുവനായി മൂടി നിൽക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അത് നിങ്ങളുടെ ഉമ്മത്താകുന്നു. ഇനി നിങ്ങൾ ഇടതു ഭാഗത്തേക്ക് നോക്കൂ, അവിടെയും ഇതാ കറുത്ത നീണ്ട പാട് കാണുന്നു. അതും നിങ്ങളുടെ ഉമ്മത്താണ് നബിയേ. എന്നിട്ട് പറഞ്ഞു, വയദ്ഖുലുൽ ജന്നത മിൻ ഹൗലായി 70000 ബിഗൈരി ഹിസാബ്. ഈ സംഘത്തിൽ നിന്ന് 70,000 ആളുകൾ, വേറെ ഒരു ഹദീസിൽ 7 ലക്ഷം ആളുകൾ അതാ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ പോകുന്ന ആളുകൾ ആരാണ് നബിയെ? അവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യതഖയ്യറൂൻ വലാ യക്തമൂൻ വലാ റബ്ബിഹിം യതവക്കലൂൻ. അവര് പക്ഷിയുടെ ശാസ്ത്രം നോക്കുകയില്ല. പക്ഷിശാസ്ത്രം നോക്കുക. പഴയ കാലത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത് ഒരു പക്ഷിയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവർ വളർത്തുന്ന പക്ഷിയെ പിടിച്ചിട്ട് യാത്ര പോകുന്നതിന് മുമ്പ് പക്ഷി അങ്ങ് വിടും. വലതു ഭാഗത്തേക്ക് മാറിയാൽ ശുഭത്വം, ഇടതു ഭാഗത്തേക്ക് മാറിയാൽ ശകുനം. അങ്ങനെയൊന്നും നമ്മളെ ഇതിലില്ല. ചില ആൾക്കാർ പറയാ, നന്നെ കെണി കണ്ടത് ഇന്നത്തെ കാര്യം പോക്ക് അല്ലേ സാർ? ചില ആളുകൾ പറയും, നിന്നെ ഞാൻ കെണി കണ്ടതാണ് ഇന്നത്തെ കാര്യം പോക്ക്. ഞാനൊരു കഥ വായിച്ചിട്ട്, ചരിത്രം വായിച്ചിട്ട് വല്ലാതെ തിരിച്ചുപോയി. എന്താ പറയുക, ഒരു രാജാവ് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രജകളിൽപ്പെട്ട ഒരു കണ്ണോട്ടനെ കണ്ടു. അപ്പോൾ അയാൾക്ക് ദേഷ്യം പിടിച്ചു. ഇന്നത്തെ ദിവസം
ബസ്സാകും പോയി അവരെ കൊണ്ടുപോയി ജയിലിലിടറാണ് ഒലക്കപ്പത്താരം. ഈ സമയത്താണ് അവൻ്റെ യാത്ര. ഞാൻ നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അവനെ പിടിച്ച് ജയിലിലാക്കി. രാജാവ് തിരിച്ചു വന്നു. എന്നിട്ട് അവനെ വിളിച്ചുകൊണ്ട് വന്നു. അയാൾ ചോദിച്ചു, രാജാവ് എങ്ങനെയുണ്ടായിന് യാത്ര? ആ കുഴപ്പമില്ല, നല്ല യാത്രയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, കണ്ണുവട്ടനായ എന്നെ കണ്ട നിങ്ങളുടെ യാത്ര ശുഭത്വം, നാട്ടിലെ ഭരണാധികാരിയായ നിങ്ങളെ കണ്ട എനിക്കെന്ത് ചെയ്യും? എങ്ങനെയുണ്ട്? അപ്പൊ അതാ പറഞ്ഞത്, ഇതൊക്കെ അന്ധവിശ്വാസം. ഇതെല്ലാം അന്ധവിശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർ പക്ഷിശാസ്ത്രം നോക്കുകയില്ല. ഈ കൈനോട്ടം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടോ, അത് ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. കൈനോട്ടം അതിനത് രേഖകൾ വെച്ചിട്ട് നോക്കുന്നതാണ്. ഈ രേഖ ഇങ്ങനെ ഇങ്ങോട്ട് പോയാൽ നല്ല പോക്ക്, ഇങ്ങോട്ട് പോയാൽ അത് ഇങ്ങനെ അങ്ങനെ, അത് നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ ഇതിലുണ്ടെന്നാണ്. കുറച്ചുകളെ കൊണ്ട് കൈ നോക്കിച്ചണമെന്നല്ല ഞാൻ പറയുന്നത്, അതിൽ പെടൂലാണ്. ഇപ്പം ശരീരത്ത് പറയുന്നുണ്ടല്ലോ, ഒരു പെണ്ണിനെ കാണാൻ പോകുമ്പോൾ കൈ നോക്കാം, മുഖം നോക്കാം. അപ്പം കൈ വായിക്കാൻ അറിയുന്നവനാണെങ്കിൽ അത് മതി, ആ പെണ്ണ് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്ന് അപ്പം തന്നെ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് കൈ നോക്കാൻ ഇസ്ലാം നിർദ്ദേശിച്ചത്. മുഖം നോക്കാൻ പറയാനുള്ള കാരണം, മുഖം നോക്കുമ്പോൾ മനസ്സിലാവും. ഫിറാസത്ത് അറിയുന്ന ആളുകൾക്കറിയാം, ഒരാളെ കണ്ടാൽ മതി എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് ഇല്ല എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. സമയം കഴിഞ്ഞു. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ 7 ലക്ഷം ആളുകൾ, ഒരു റിവായത്ത് പ്രകാരം 70,000 ആളുകൾ സ്വർഗത്തിൽ, അവർ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകാനുള്ള കാരണം വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ റബ്ബിൽ പരമേൽപ്പിച്ച് ജീവിക്കുന്നവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പരീക്ഷണങ്ങൾ വരും, പക്ഷെ നമ്മളങ്ങ് ക്ഷമിക്കണം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് കിട്ടാൻ തരും, ബാബു ഫളലി മൻ ദഹബ ബസറു, ഒരാളുടെ കാഴ്ച പോയാൽ, ഒരാളുടെ കണ്ണ് നഷ്ടപ്പെട്ടാൽ അവന് കിട്ടുന്ന പ്രതിഫലം. ഓ, എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഖാല ഇദ ബതലൈതു അബ്ദി ബിഹബീബതൈഹി, ഒരു മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 അവയവമാകുന്ന കണ്ണിന്റെ കാര്യത്തിൽ ഞാൻ പരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവന് ഞാൻ കാഴ്ച കൊടുത്തില്ല. ഫസബറ, ആ മനുഷ്യൻ ക്ഷമിച്ച് ജീവിച്ചു. എന്നാൽ അതിന് പകരം അയാൾക്ക് ഞാൻ സ്വർഗം കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. പല കുട്ടികളും മരണപ്പെട്ടു പോയി റസൂലുള്ളാഹി തങ്ങൾക്ക്. പിന്നെ തന്റെ മകൻ ഇബ്രാഹിമും മരണപ്പെട്ടു പോയി. പിന്നെ അവസാനം കുറച്ചെങ്കിലും നിന്നതാണ് ഇബ്രാഹിം. ആ കുട്ടിയും മരണപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കുണ്ട്, ഇന്നലഹു മുർദിഅൻ ഫിൽ ജന്നാ, ഇബ്രാഹിമിന് സ്വർഗത്തിൽ മുലയൂട്ടാൻ പെണ്ണുങ്ങൾ, സ്ത്രീകൾ കാത്തു നിൽക്കുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ കുട്ടി സ്വർഗത്ത് പോകുമ്പോൾ മാതാപിതാക്കളുടെ കാര്യത്തിൽ സമയമായോ? ആ കുട്ടി സ്വർഗത്ത് പോകുമ്പോൾ ഉമ്മ അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷ്യം പിടിക്കുമ്പോഴത്തവനെ എനിക്ക് സ്വർഗത്തിൽ കയറാൻ കഴിയില്ല, എൻ്റെ ഉമ്മ എവിടെ, എൻ്റെ ബാപ്പ എവിടെ? എൻ്റെ ഉമ്മയും ബാപ്പയും ഇവിടെ ഇട്ടിട്ട് ഞാൻ സ്വർഗത്തിൽ പോയിട്ട് എനിക്ക് എന്താ കാര്യം? അതുകൊണ്ട് ഇല്ല, അവരെ കൊണ്ടുവരാതെ ഞാൻ സ്വർഗത്തിൽ പോവുകയില്ല എന്ന് ചെറിയ കുട്ടികളെ സ്വർഗത്തിലേക്ക് നയിക്കുമ്പോൾ സാക്ഷ്യം പിടിക്കും. അല്ലാഹു തആല സാക്ഷ്യത്തിന് മുമ്പിൽ ലജ്ജിച്ചു പോകും. മാതാവിനെയും പിതാവിനെയും വിളിച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകും എന്ന് നിർദ്ദേശിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നൊരാൾ വാട്സപ്പിൽ ബന്ധപ്പെട്ടു. ഞാൻ മുമ്പ് മിസ്റിൽ പോയപ്പോൾ അവിടുന്ന് പരിചയപ്പെട്ട ഒരാളാണ്, അയാളെ മോൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ എന്നോട് ദ്വാരക്കാൻ പറഞ്ഞു. ഞാനിന്ന് വിഷയം എന്ത് സംസാരിക്കണമെന്ന് വിചാരിച്ച് ബുഖാരി ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ ഈ ഹദീസ് കണ്ടപ്പോഴാണ് ആ വോയിസ് കേട്ടത്. ഈ ഹദീസ് അപ്പം അയാൾക്ക് മറുപടി കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്, സ്വർഗം കിട്ടാൻ പല വിധത്തിൽ നാം കഷ്ടപ്പെടണം, വിഷമിക്കണം, ആരാധനകൾ കൊണ്ട് സജീവമാകണം, സഹജീവികളെ ശ്രദ്ധിക്കണം, നമ്മുടെ വീടുകളിലുള്ള ജീവികൾക്ക് ഭക്ഷണം കൊടുക്കണം, അതുപോലെ നമ്മുടെ സ്വഭാവം നന്നാക്കണം. ജീവിതത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യന്
മനസ്സിലുണ്ടാകേണ്ട എല്ലാ താളങ്ങളും ഒപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ അല്ലാഹു തആല ഈ റമദാൻ നമുക്ക് നൽകിയത്. ഈ റമദാൻ ഉണ്ടാക്കിയ പരിവർത്തനം ബാക്കിയുള്ള ജീവിതത്തിലും പ്രിയപ്പെട്ടവരെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ RSPക്കാരാകരുത്. എന്താക്കുക അവസരമല്ലേ അത് പറയുമ്പോൾ നമ്മൾ ആദ്യം ഇഷ്ടമാവും. അത് CPM-മാരാണ്. RSPക്കാരെന്താകരുതെന്ന് ഞാൻ പറഞ്ഞത് റമദാൻ സ്പെഷ്യൽ പാർട്ടി. ഇതാണ് RSP. റമദാൻ സ്പെഷ്യൽ പാർട്ടി അത് നമ്മളാകരുത്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ചെയ്ത നോമ്പ്, നമ്മൾ ചെയ്ത നിസ്കാരം, ഇതെല്ലാം കൃത്യമായി പാലിച്ച് ഇതിൻ്റെ ചിട്ടയെല്ലാം വരുന്ന ജീവിതത്തിലും നമ്മൾ കാണിക്കും വിധത്തിൽ ക്വാളിറ്റിയുള്ള ജീവിതം നയിക്കുക. നമ്മുടെ വാക്കിന് സ്ഥിരത വേണം. സത്യം മാത്രമേ പറയാവൂ. ഒരാളെ ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്. അതുകൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ലല്ലോ. ഇവിടുത്തെ ആയുസ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇത്രയും പ്രസാദമായിട്ട് നടന്നിട്ട് എന്താ കാര്യം? നമ്മൾ താൽക്കാലികമായി നമ്മൾ ജയിക്കും, പക്ഷേ ആഖിറത്ത് ചെല്ലുമ്പോൾ നമ്മൾ പരാജയപ്പെടും. എവിടെ നമ്മൾ തോറ്റോ അവിടെ നമുക്ക് ഗുണമുണ്ട്, എവിടെ നമ്മൾ ജയിച്ചോ അത് നമ്മുടെ ദോഷത്തിനാണ്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര പോകുമ്പോൾ തൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഖിദ്മത്ത് ചെയ്യുമായിരുന്നു. സ്വഹാബത്തിനോടൊപ്പം യാത്ര പോകുമ്പോൾ അവർ കഴിക്കുന്ന പ്ലേറ്റ് എടുത്തിട്ട് റസൂലുള്ളാഹി തങ്ങൾ കഴുകും. അപ്പോൾ അവർ ചോദിക്കും, നബിയെ ഞങ്ങളെ പ്ലേറ്റ് നിങ്ങൾ കഴുകുക എന്ന് പറയുന്നത് പറ്റുമോ? അത് ശരിയാണ്. നിങ്ങൾ നേതാവല്ലേ, നിങ്ങൾ ഉസ്താദല്ലേ, നിങ്ങൾ ഗുരുനാഥനല്ലേ, നിങ്ങൾ പ്രവാചകനല്ലേ? അല്ലാഹുവിൻ്റെ റസൂൽ പറയും, രണ്ടാൾ യാത്ര പോകുമ്പോൾ അവരുടെ കാര്യം അല്ലാഹു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അവരിൽ ആരാണ് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നത്. അപ്പോൾ അല്ലാഹുവിൻ്റെ കൂടുതൽ കാരുണ്യം എനിക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അതൊക്കെ ഉമ്മത്തിൽ നൽകുന്ന ഭയങ്കര ഒരു എനർജിയുടെ വാക്കാണ്. അതുകൊണ്ട് നമ്മൾ ഒരാൾക്ക് ഖിദ്മത്ത് ചെയ്തു, അയൽവാസിയെ പരിഗണിച്ചു, ഭക്ഷണം കൊടുത്തു. അതുകൊണ്ട് നമ്മുടെ അല്പം താന്നു എന്നതുകൊണ്ട് നമുക്കൊന്നും വരാനില്ല. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴികളാണ്. മൻ തവാദഅ റഫഅഹു അല്ലാഹ് വമൻ തകബ്ബറ വദഅഹു അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, താഴ്മ കാണിക്കുന്നതിനനുസരിച്ച് അല്ലാഹു ഇങ്ങനെ ഉയരും. അല്ല വലിയ റബ്ബർ പന്ത് എടുത്തിട്ട് അടിക്ക് എറിഞ്ഞു, അപ്പോഴോ അത് ഉയരും. പിന്നെ അയാൾ നല്ല ശക്തിയായി എറിഞ്ഞു, അപ്പോൾ അതിനേക്കാൾ ഉയരും. ഇതുപോലെയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ വിനയാന്യതരായി ജീവിക്കാനും സാമൂഹ്യ ജീവിയായി നമ്മുടെ കൂടെയുള്ള അയൽവാസികളെ, മാതാപിതാക്കളെ, ജ്യേഷ്ഠാനുജന്മാരെ, നമ്മുടെ കുടുംബങ്ങളെ ഒക്കെ മാനിച്ച് അവർക്ക് വേണ്ട ആവശ്യങ്ങളും ഒത്താശകളൊക്കെ ചെയ്തു കൊടുത്ത് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. ജീവിതത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. 6 നോമ്പ് പറ്റുന്ന ഉമ്മമാര്, പറ്റാന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം പറ്റാത്ത സമയം വരാതെ പറ്റുന്ന ആളുകളൊക്കെ പരമാവധി നേരത്തെ തന്നെ പെരുന്നാൾ കഴിഞ്ഞ പിറ്റേ ദിവസം അത് പിടിക്കാനുള്ള ശ്രമം നടത്തണം എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ.